പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദേശത്തിൻ്റെ ആത്മീക അനുഗ്രഹത്തിനും ഇവിടെയുള്ള ദൈവസഭകളുടെ ആത്മീക നവോത്ഥാനത്തിനുമായി ഏറിയ ക്രമീകരണങ്ങളോട് അതിലുപരി പ്രാർത്ഥനയോടെ നടത്തപ്പെടുന്ന മൂന്നാമത് ബൈബിൾ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ കർത്താവിൻ്റെ വചനം ഉയർത്തുവാൻ ലഭിച്ച അവസരത്തെ ഭാഗ്യമായി, പദവിയായി, നിയോഗമായി ഞാൻ കരുതുന്നു. യോഗത്തിൻ്റെ ബഹുമാന്യ അധ്യക്ഷനും ക്രിസ്തുവിൽ എൻ്റെ ദീർഘകാല സ്നേഹിതനുമായിരിക്കുന്ന പ്രിയ കെ വി ജേക്കബ് പാസ്റ്റർ, ഒപ്പം തന്നെ ഈ സ്ഥലം സഭയ്ക്ക് അനുഗ്രഹീതമായ ആത്മീക നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കർത്തൃദാസൻ പ്രിയ പി ജെ സൈമൺ പാസ്റ്റർ, കെ ജെ ജോസഫ് പാസ്റ്റർ, ഷാജൻ ജോർജ് പാസ്റ്റർ ഉൾപ്പെടെയുള്ള ഷൈജൻ പാസ്റ്റർ ഉൾപ്പെടെ അനേക ദൈവദാസന്മാരെ വേദിയിലും സദസ്സിലുമായി കാണുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ മഹിമയെ ആവോളം വർണ്ണിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന കരസ്മ മെലഡീസ് തിരുവനന്തപുരം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സഹോദരൻ പാസ്റ്റർ ഷൈജു ദേവദാസിൻ്റെ നേതൃത്വത്തിലുള്ള കൊയർ ടീം, ഈ സ്ഥലത്തു നിന്ന് കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ നാൾ മുതൽ അറിഞ്ഞ സത്യത്തിൻ്റെ ധീരസാക്ഷികളായി ദൈവനാമ മഹത്വത്തിനായി നിലയായി നിൽക്കുന്ന ദൈവമക്കൾ, ഒടുവിളിത്തട്ടിലും പരിസര പ്രദേശങ്ങളിലും ഈ ശബ്ദവാഹിനിയുടെ ശ്രവണസീമയിൽ അടുത്തും അകലെയുമായി ദൈവവചനം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, നിങ്ങളെ എല്ലാവരെയും എത്രയും വേഗം ആകാശമേഘങ്ങളെ കീറിക്കൊണ്ട് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കാൻ എന്ന് വാക്ക് നൽകിയ കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ഊഷ്മളമായ ക്രിസ്തീയ വന്ദനങ്ങൾ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വൈകിയത് കൊണ്ടും നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ ദൈവം അനുവദിച്ചു തന്നതുകൊണ്ടും ഇങ്ങനെ സുന്ദരമായ ഒരു ദിവസത്തിൽ കൂടെ കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കാനും ഈ പരസ്യ സ്ഥലത്ത് ദൈവം ഒരവസരം ഒരുക്കിയല്ലോ. കർത്തൃദാസൻ സൈമൺ പാസ്റ്റർ ഈ യോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത്ര കാര്യമായിട്ട് ഞാൻ ആ കാര്യത്തെ എടുത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നലെ വടക്കഞ്ചേരി IPC സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നതുകൊണ്ട് വടക്കഞ്ചേരിയിൽ നിന്ന് ഇവിടേക്ക് വരാമല്ലോ എന്ന ഒരു കണക്കുകൂട്ടലിൽ ഞാൻ അദ്ദേഹത്തോട് വരാമെന്ന് വാക്ക് നൽകുവാനിടയായി തീർന്നു. ഇതെല്ലാം നോട്ടീസൊക്കെ വന്നു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് നാളെ ഞായറാഴ്ച ദിവസമാണെന്നുള്ള കാര്യം. ഞായറാഴ്ച എൻ്റെ സഭയിലെ ആരാധന പത്തനംതിട്ടയിൽ തുടങ്ങുന്നത് രാവിലെ 7:30 മണിക്കാണ്. അതിനു മുമ്പ് പൗർഷനിൽ 6 മണിക്ക് അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് കയറേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനുശേഷം 10 മണിക്ക് വീണ്ടും പൗർഷനിൽ വന്ന് ദൈവവചനം പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. അതിനപ്പുറത്ത് നാളത്തെ ദിവസം കരിസ്മ ക്രൂസൈഡിൻ്റെ സമാപന പകലിൽ ദൈവവചനം പ്രസംഗിക്കാമെന്ന് കർത്തൃദാസൻ പാസ്റ്റർ രാജു പൂവക്കാലയോട് ദീർഘനാളുകൾക്കും ഞാൻ വാക്കുകൊടുത്തതാണ്. ഇങ്ങനെ ഈ കോഴിക്കോട് വരെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ ആകെപ്പാടെ അന്താളിപ്പായി. തിരിച്ച് രാവിലെ 7 മണിക്ക് മുമ്പ് അവിടെ ചെല്ലുക എന്നുള്ള കാര്യം അതുപോലത്തെ റോഡിലൂടെയാണ്. രാവിലെ 9 മണിക്ക് ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ്. ഈ സമയത്തോടടുപ്പിച്ചാണ് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം ബന്ധപ്പാടോടുകൂടെയാണ് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. എങ്കിലും ഇത്രത്തോളം സഹായിച്ച ദൈവം സകല കാര്യങ്ങളും ഭംഗിയാക്കും എന്നുള്ള പരിപൂർണ ഉറപ്പോടുകൂടെ തന്നെ ഞാനും തിരുവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, 2023 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രാരംഭ മാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ലോകശാസ്ത്രം അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ആഴിയെ കണ്ടറച്ച മനുഷ്യൻ ഇന്ന് ആകാശത്തെയും കീഴടക്കിക്കൊണ്ട് തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. മനുഷ്യൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോഴും മനുഷ്യ സമുദായത്തിന് ഭീഷണി ഉയർത്തുന്ന നിരവധി പ്രശ്നങ്ങൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തിന് നല്ലൊരു നിർവചനം നൽകുവാൻ ശ്രമിച്ചാൽ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡീക്കൻസ് എന്ന് പറയുന്ന മനുഷ്യൻ
തൻ്റെ നഗരങ്ങളുടെ കഥ എന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത ആമുഖമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് ഓടി വരുന്നത്. ആ മഹാനായ സാഹിത്യകാരൻ ഇപ്രകാരം എഴുതി വരികയാണ്: അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായതും. അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെയും. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാര നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞതും. ഒരു കാലഘട്ടത്തിന്റെ രണ്ട് വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തന്റെ തൂലിക കൊണ്ട് കോറിയിടുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലവും ഇതിൽ നിന്നൊന്നും ഒട്ടും വിവരമല്ല. ഒരു വശത്ത് മനുഷ്യര് വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യര് വെള്ളം ഇല്ലാതെ മരിക്കുന്നു, ഒരു സ്ഥലത്ത് മനുഷ്യര് ആഹാരം കഴിച്ചു മരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യര് ആഹാരം ഇല്ലാതെ മരിക്കുന്നു. ഒരു വശത്ത് മനുഷ്യരെ മഞ്ഞു കൊല്ലുന്നു, മറ്റൊരു വശത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു. ആകപ്പാടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ആധുനിക ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത് എവിടെയാ? ഈ ചോദ്യം നൂറ്റാണ്ടുകളായിട്ട് ഉയരുന്ന ചോദ്യമാണ്. ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിന്റെ അത്യുച്ചകോടിൽ എത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച കവിയാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അല്ലയോ കവി, നിങ്ങളുടെ അഭിപ്രായം പറ. നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യ ജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തന്റെ കവിതയിൽ പാടിയത് ഇപ്രകാരമാ: മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവനവന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, അവനവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം, കാലത്തിന്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു ലോകത്തും അങ്ങനെ ഒരു കാലത്തുമാണ് നാം ജീവിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോട് ഓരോ 5 വർഷം കൂടുമ്പോഴും വരുന്ന അബോർഷനുകൾ അഥവാ ഗർഭചിത്രങ്ങളുടെ ഏകദേശ കണക്ക് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും, 5 വർഷത്തിനകത്ത് ലോകത്തിൽ ആകമാനം അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത് 5 കോടി കുഞ്ഞുങ്ങളാണ്. എന്തിനു വേണ്ടി മാത്രം വിധേയപ്പെട്ട്? അബോർഷന് മാത്രം വിധേയപ്പെട്ട് 5 കോടി കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നു. അതിന്റെ അകത്ത് തന്നെ ഏകദേശം 65 ലക്ഷം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിലാണ് കൊല്ലപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു പ്രത്യേകതരം കാലം, അങ്ങനെ ഒരു ലോകം. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു കുത്തിയിട്ട് ആകപ്പാടെ 23 വർഷമാകുന്നുള്ളൂ. പ്രബുദ്ധരായ എന്റെ കേൾവിക്കാർ ശ്രദ്ധിക്കുക. ഒടുവള്ളി തട്ടിലുള്ള മാന്യ ശ്രോതാക്കളെ, കഴിഞ്ഞ 23 വർഷത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു കുത്തിയ കഴിഞ്ഞ 23 വർഷം. ഈ 23 വർഷത്തിനകത്ത് ഏകദേശം 44ഓളം മഹാമാരികൾ സംഭവിച്ച ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. 2000 മുതൽ 2023 വരെയുള്ള കഴിഞ്ഞ 23 വർഷം. 2000-ന് ശേഷമല്ലേ സുനാമിയെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കേട്ടത്? 2000-ന് ശേഷമല്ലേ ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നതിനെ കുറിച്ച് നാം കേട്ടത്? 2000-ന് ശേഷമല്ലേ ഓസോൺ പാളിയുടെ സുസ്ഥിരത്തെ കുറിച്ച് നാം കേട്ടത്? 2000-ന് ശേഷമല്ലേ മേഘവിസ്ഫോടനം എന്ന ഒരു വാക്ക് നാം കേട്ടത്? 2000-ന് ശേഷമല്ലേ ഇങ്ങനെ ഒന്നൊന്നായി അഞ്ഞടിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ഏറ്റവും പുതിയ വാർത്ത നാം കേൾക്കുവാൻ തുടങ്ങിയത്? ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കോടീശ്വരൻ, ടെസ്ലയുടെ ഒക്കെ ഓണറായിരിക്കുന്ന എലോൺ മസ്ക്, അദ്ദേഹത്തിന് മുമ്പ് ആ കോടീശ്വര വട്ടം ചൂടിയിരുന്നത് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യനാ. 2016 ഒരു TV ഇന്റർവ്യൂവിൽ ബിൽ ഗേറ്റ്സിനോട് ഒരു ലേഖകൻ ചോദിച്ചു പോലും, അത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹൈഡ്രജൻ ബോംബോ ആണവ ബോംബോ ഒന്നുമല്ല. എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വൈറസിന്റെ ആക്രമണമായേക്കാം. ശരിക്കും കഴിഞ്ഞ 23 വർഷത്തിനകത്ത് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് 17ഓളം വൈറസുകൾ ആക്രമിച്ച ഒരു ഭൂമിയിലല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഓരോന്നിന്റെയും പേര് ഞാൻ പറയാം. സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, നോറ വൈറസ് തുടങ്ങി ലോകത്തിലെ 215-ലധികം രാജ്യങ്ങളെ മുഖം മൂടി അണിയിച്ചതും സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതുമായ കോവിഡ് ഉൾപ്പെടെ ഏകദേശം 17ഓളം വൈറസുകൾ
അനന്തതയുടെ അഗാധതയിൽ നിന്ന് അടിച്ചുയർന്ന് ഞരഞ്ഞ് പതഞ്ഞ് തീരത്തടയുന്ന തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് നേരെ വേലിയേറ്റമായി അഞ്ഞടിക്കുന്ന ഈ ഒരു കാലത്തെ നോക്കിക്കൊണ്ട് പ്രബുദ്ധരായ എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കുക, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത് എവിടെയാ? ഇല്ല. അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു കാലം, അങ്ങനെ ഒരു ലോകം. പക്ഷെ ഇന്ന് രാത്രികാലം ഒടുവള്ളിത്തട്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഈ രാത്രി യേശുവിനെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം അവകാശപ്പെടാനുണ്ട്. അതല്ലേ ദൈവമക്കളുടെ ധൈര്യം? എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും? പർവ്വതങ്ങൾ ഇളകിയാലും ഇളകിയിട്ട് വെള്ളത്തിൽ പോയി വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കയറിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം നമ്മെ നന്നായി അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ഒരു ഭയവും കൂടാതെ ഈ സ്ഥലത്തേക്ക് വരുവാൻ എന്നെ പ്രാപ്തനാക്കിയത് എനിക്ക് സൈമൺ പാസ്റ്ററെ അറിയാവുന്നത് കൊണ്ട്, അദ്ദേഹം വിളിച്ച യോഗം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. ഒരു കാര്യം ഓർത്തോണം, അദ്ദേഹത്തെക്കാൾ എത്രയും അധികം വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരാളല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് പാസ്റ്ററേക്കാൾ, ഇവിടെ ഇരിക്കുന്ന ഏത് വിശ്വാസിയേക്കാൾ, ഇവിടെ ഇരിക്കുന്ന ഏത് മനുഷ്യനേക്കാൾ ഏറ്റവും വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരാളല്ലേ ചരാചരത്തെ നിർമ്മിച്ച സനാതനനായ ദൈവം. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമുള്ള എത്ര പ്രിയപ്പെട്ടവർ ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. അക്കരെ ഉയർത്തിക്കൊണ്ട് ഉറക്കപ്പറ, എന്നെ നന്നായി അറിയുന്ന ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ ദൈവമക്കൾ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനങ്ങളാണല്ലോ ആരാധന. ഹൃദയം തുറന്ന് ഈ രാത്രി ദൈവത്തെ ആരാധിക്കുവാനും ദൈവിക വിടുതലുകൾ ആവോളം അനുഭവിച്ചറിയുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രി എൻ്റെ കേൾവിക്കാരോട് പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു മുൻവിധി കൂടാതിരിക്കുവാൻ വേണ്ടി പറയുക. ഞങ്ങളിവിടെ നടത്തുന്നത് ഒരു മതപ്രസംഗമല്ല. കാരണം ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല. ക്രിസ്ത്യാനിത്വം ഏക മാർഗമാണ്. മറ്റൊരാളിലും രക്ഷയില്ല. മനുഷ്യൻ രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവം അനുവദിച്ചു നൽകിയ ഏക നാമം യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ അങ്ങനെ പറയുവാൻ കാരണം എന്തെങ്കിലും സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലല്ല, എന്തെങ്കിലും പ്രത്യേകമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ജനിച്ചതുപോലെ ജനിച്ച ഒരൊറ്റ ആരാധ്യ പുരുഷനും ഈ ലോകത്തിലില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ജീവിച്ചതുപോലെ ജീവിച്ച ഒരാരാധ്യ പുരുഷനും ഈ ലോകത്തിലില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരാൾ പോലും ഈ ലോകത്തിലില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു സ്നേഹിച്ചതുപോലെ മനുഷ്യനെ സ്നേഹിക്കാൻ പറഞ്ഞ മറ്റൊരാളും ലോകത്തിലില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉപദ്രവിക്കപ്പെട്ടതുപോലെ ലോകത്തിന്റെ മുമ്പിൽ ഉപദ്രവിക്കപ്പെട്ട വേറൊരു പുണ്യാത്മാവുമില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു മരിച്ചടക്കപ്പെട്ടതുപോലെ അടക്കം ചെയ്യപ്പെട്ടതിന് അനന്തരം മരണത്തെ തോൽപ്പിച്ച് കല്ലറയെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു മഹാത്മാവ് പോലും ഈ ഭൂമിയിലില്ല. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ഭാരതത്തിന്റെ പുണ്യപുരുഷനായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാവ് മരിച്ചതിന്റെ 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ കല്ലറയുടെ മുമ്പില് ഭാരതത്തിന്റെ പൂങ്കുലെന്ന് വിശേഷിപ്പിക്കുന്ന സരോജിനി നായിഡു കടന്നു വന്നിട്ട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഭാരത ചരിത്രത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വാക്കുകളാണ്. പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാ: അല്ലയോ മഹാത്മാവേ, അങ്ങ് ജനിച്ചത് ഭാരതത്തിന് വേണ്ടിയാ, അങ്ങ് ജീവിച്ചത് ഭാരതത്തിന് വേണ്ടിയാ, അങ്ങ് വിയർപ്പൊഴുക്കിയത് ഭാരതത്തിന് വേണ്ടിയാ. അങ്ങയുടെ വിയർപ്പിന്റെ വിലയാ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം. അങ്ങ് വിയർപ്പിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം സമ്മാനിച്ചത് കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ആരാധ്യ പുരുഷനാ. ഇവിടുത്തെ വർഗീയ ലഹളകൾ അടിച്ചമർത്തുവാൻ ഈ തെരുവിൽ അങ്ങ് രക്തം ചിന്തിയത് കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ആരാധ്യ പുരുഷൻ മാത്രമല്ല, അങ്ങ് ഞങ്ങളുടെ ദൈവം കൂടാ. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങയെപ്പോലെ ഒരു ആരാധ്യ പുരുഷൻ അങ്ങകലെ പാലസ്തീനായിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കിരാതന്മാർ അവന് ക്രൂശ് കൊടുത്തു. ആ ആരാധ്യ പുരുഷന്റെ പേര് യേശു എന്നായിരുന്നു. അദ്ദേഹം മരിച്ചതിന്റെ 3-ാമത്തെ ദിവസം അദ്ദേഹം ഇരുന്ന കല്ലറ തുറന്ന് അദ്ദേഹം പുറത്തു വന്നു. പുറത്തു വാ, അങ്ങക്ക് ഇനിയും ഈ രാജ്യത്തൊത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇല്ല പ്രിയപ്പെട്ടവരെ, മഹാത്മാവിന്റെ കല്ലറ ഈ വാക്കുകളോട് പ്രതികരിച്ചില്ല. ഭാരതത്തിന്റെ പൂങ്കുലായ സരോജിനി നായിഡുവിന്റെ വാക്ക് അന്തരീക്ഷത്തിൽ വെറും പാഴ്വാക്കായിട്ട് ഇപ്പോഴും കിടക്കുക. പക്ഷെ ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തുന്ന യേശു മാത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പറയുക, ഇല്ലേ ഇല്ല, ഇവരെ പോലെ ആരാധ്യൻ ആരുമില്ല.
ഇവന്റെ ഒപ്പം നിൽക്കുവാൻ ഒരൊറ്റയാളുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് ബൈബിളിന്റെ പ്രധാനപ്പെട്ട പ്രമേയം. അപ്പൊ തന്നെ ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 7 പ്രത്യേകതകളുള്ള പുസ്തകമാണ് ഞാൻ ഇന്ന് രാത്രി ഉയർത്തി സംസാരിക്കുന്ന ബൈബിൾ എന്നത് എൻ്റെ മാന്യ ശ്രോതാക്കൾ അറിയേണ്ടത് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ബൈബിളിന്റെ 7 പ്രത്യേകതകൾ പറഞ്ഞ് അതിന്റെ 6ാമത്തെ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം വളരെ വേഗത കൈമാറി പ്രാർത്ഥിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ നാട് എന്നൊക്കെ പറയുന്നത് വിപ്ലവ രക്തമൊക്കെ ഒഴുകിയിട്ടുള്ള വളരെ താതാത്മികമായിട്ട് ആളുകളെ സ്വീകരിക്കുകയും ആശയസമ്പുഷ്ടമായ അനുഭവങ്ങൾക്ക് ഒത്തിരി അർത്ഥതലങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പുസ്തകത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ബൈബിളിനെ കുറിച്ച് ഈ നാടിനോട് പറയുന്നതിൽ അങ്ങേയറ്റം ഞങ്ങൾ അഭിമാനിക്കുകയാണ്. എന്താണ് ഈ ബൈബിളിന്റെ പ്രത്യേകത? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിത്വം ഒരു മതമല്ലെങ്കിൽ ബൈബിൾ ഒരു മതഗ്രന്ഥവും അല്ല. ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത 7ഓളം പ്രത്യേകതകളുള്ള, ഇച്ചിരൂടെ ലളിതമായി പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു പുസ്തകമാണ് ഞങ്ങൾ ഉയർത്തി സംസാരിക്കുന്ന വിശുദ്ധ ബൈബിൾ. കമ്മ്യൂണിസം ഒരു അപജയത്തെ നേരിട്ട കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അതിന് ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ള നിലയിൽ അവരുടെ പാർട്ടി കോൺഫറൻസ് കൂടുകയാണ്. പാർട്ടി കോൺഫറൻസിനകത്ത് ലെനിനും സ്റ്റാലിനും ഒക്കെ വിഭാവനം ചെയ്ത മാനിഫെസ്റ്റോയുടെ അകത്ത് തിരുത്തലുകൾ ആവശ്യമാണ്, അത് വേണമെന്ന കാര്യത്തിന് വേണ്ടി ഒരു കൂട്ടർ ശടിക്കുക. മറ്റൊരു കൂട്ടര് പറഞ്ഞു ഇല്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരിക്കലും തിരുത്തപ്പെടാത്ത പുസ്തകമാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് അതിനകത്ത് അന്നത്തെ വിപ്ലവ പ്രാസംഗികനായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ എഴുന്നേറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തിരുത്തപ്പെടാതിരിക്കുവാൻ അതൊരിക്കലും ബൈബിൾ അല്ലല്ലോ. ആ വാക്കുകളുടെ അകത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിൽ തിരുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തി സംസാരിക്കുന്ന ഈ പുസ്തകം മാത്രമാ. കേവലം എന്തെങ്കിലും സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, മറ്റാരെങ്കിലും ഇകഴ്ത്താനോ പുകഴ്ത്താനോ അല്ല ഞാൻ പറഞ്ഞത്. എന്താണ് ബൈബിളിന്റെ പ്രത്യേകതകൾ എന്നറിയുമ്പോൾ എന്റെ കേൾവിക്കാരും ഇന്ന് രാത്രി സമ്മതിക്കും, ലോകത്തിൽ തിരുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരേ ഒരു പുസ്തകം ഈ രാത്രി ഞങ്ങൾ ഉയർത്തി സംസാരിക്കുന്ന ബൈബിളാ. എന്തൊക്കെയാ ബൈബിളിന്റെ പ്രത്യേകത? ബൈബിളിന്റെ 1ാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും, ബൈബിളിന്റെ 1ാമത്തെ പ്രത്യേകത അതിന്റെ പുരാതനത്വമാണ്. പുസ്തകങ്ങൾക്ക് സുദീർഘമായ ഒരു കാലപ്പഴക്കമൊന്നുമില്ല. അശ്രദ്ധമായ ഒരു കൈവിരല് പുസ്തകത്തെ കീറിക്കളയുന്നതാണ്. വെള്ളം പുസ്തകത്തെ അലിയിച്ചു കളയുന്നതാണ്. തീ പുസ്തകത്തെ കത്തിച്ചു കളയുന്നതാണ്. ചിതൽ പുസ്തകത്തെ അരിച്ചു കളയുന്നതാണ്. നൂറ്റാണ്ടുകളുടെ ബൈബിൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പുസ്തകത്തെ കത്തിക്കുവാൻ വ്യക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്, കുടുംബങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, സമൂഹങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, മതങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, ചക്രവർത്തിമാർ എഴുന്നേറ്റിട്ടുണ്ട്. എത്രയോ ആളുകൾ ഒന്നിച്ച് പോരാടിയിട്ടും ഇന്നത്തെ ലോകത്തിൽ കുറഞ്ഞത് 240-ലധികം കോടി ആളുകളുടെ കയ്യിലിരിക്കുന്ന പുസ്തകമായി ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന ഈ പുസ്തകം 3-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ റോമൻ ചക്രവർത്തിയായിരുന്നു ഡൈക്ലേഷ്യൻ. ഡൈക്ലേഷ്യൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു പോലും, ഭൂമുഖത്തു നിന്ന് ബൈബിൾ തുടച്ചു നീക്കുവാനുള്ള ഒരു ആഗ്രഹം. ഇന്നത്തെ പോലെ മുക്കിന് അച്ചടിശാലകളുള്ള ഒരു കാലഘട്ടത്തിലല്ല ഡൈക്ലേഷ്യൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. മറിച്ചത് കല്ലെഴുത്തിലും കോലെഴുത്തിലും ചുറ്റെഴുത്തിലും ചുവരെഴുത്തിലും പാപ്പറി സ്റ്റഡിയുടെ ചുരുളിലും മാത്രം ബൈബിളിന്റെ വിലയേറിയ പ്രതികൾ ആലേഖനം ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഭൂമുഖത്തു നിന്ന് ബൈബിൾ തുടച്ചു മാറ്റുവാനുള്ള ഒരാഗ്രഹം. ആ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി ബൈബിൾ മാറോടടുക്കി പിടിച്ച എത്രയോ പ്രിയപ്പെട്ടവർ വീടുകൾ അദ്ദേഹം കുപ്പക്കുന്നുകളാക്കി മാറ്റി. ബൈബിൾ മാറോടടുക്കി പിടിച്ച എത്രയോ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായി മാറി. 5 വർഷം നീണ്ടു നിൽക്കുന്ന അജണ്ട, ആ അജണ്ടയുടെ പൂർത്തീകരണം എന്നതുപോലെ റോമൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഡൈക്ലേഷ്യൻ ഉറക്കെ പറഞ്ഞു പോലും, നാം നമ്മുടെ ഉദ്യമത്തിൽ വിജയിച്ചു, ഭൂമുഖത്തു നിന്ന് ബൈബിൾ തുടച്ചു മാറ്റപ്പെട്ടു. ഇത് പറഞ്ഞ് കൃത്യം 2 വർഷം കഴിയുമ്പോൾ തെരുവിൽ ചാകുന്ന പേപ്പട്ടിയെ പോലെ ഡൈക്ലേഷ്യൻ ചിത്തഭ്രമം പിടിച്ചവനായിട്ട് മരിക്കുവാനിടയായി തീർന്നു. ആ നൂറ്റാണ്ടിൽ
തന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷ്ടനായി. അദ്ദേഹത്തിന്റെ പേര് ചരിത്രം പറയുന്നു. മലയാളത്തിൽ കുസ്തന്തീനോസ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. ആരെങ്കിലും ബൈബിളിന്റെ ഒരു കൈയെടുത്ത പ്രതി റോമൻ കൊട്ടാരത്തിനകത്ത് കൊണ്ടെത്തന്നാൽ ഞാൻ അവർക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം തരാം. ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു കൈയെഴുത്ത് പ്രതിയല്ല, ഏകദേശം 62 കൈയെഴുത്ത് പ്രതികൾ 24 മണിക്കൂറിനകത്ത് റോമൻ കൊട്ടാരത്തിന്റെ അകത്ത് വരുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എവിടെ നശിപ്പിക്കുവാൻ ശ്രമിച്ചോ അവിടെ വിജയിച്ച പുസ്തകമാ ഞാൻ ഈ രാത്രി ഉയർത്തി സംസാരിക്കുന്ന തിരുവചനം എന്ന് പറയുമ്പോൾ ഇത് സ്വർഗത്തിൽ വിഭാവനം ചെയ്തതാണ് എന്നതിൽ അഭിമാനിക്കുന്ന എത്ര ദൈവമക്കൾ. ബൈബിൾ പുരാതനമായിരിക്കുന്നത് പോലെ തന്നെ ബൈബിളിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇതിന്റെ ആധുനികത. ഇതുപോലെ ആധുനിക വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ഏത് പുസ്തക ലോകത്തിലുണ്ട്? ബൈബിൾ തന്നെ ഇതിന്റെ ആധികാരികത പറയുക. ഇവിടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. ഇന്നലകളിൽ ലോകത്തിൽ സംഭവിച്ചതും ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ ലോകത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ ഏത് വിഷയത്തെ കുറിച്ചും ആധികാരികമായി സമ്പാദിക്കുന്ന പുസ്തകമാ ഞങ്ങൾ ഉയർത്തി സംസാരിക്കുന്ന ബൈബിൾ. ഈ വാക്യം പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഷൈജി ബ്രദറെ, എന്റെ ജന്മനാടാകുന്ന റാന്നിയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാൻഡ് മൈക്കിന്റെ സഹായത്തോടു കൂടി ഒരു ദൈവദാസൻ പ്രസംഗിക്കുക. എടുത്തുത്തരിച്ച വാക്യം ഞാൻ വായിച്ച വാക്യ. ഇവിടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹം പ്രസംഗിക്കുക. അനന്തരമായിട്ട് ഹാൻഡ് മൈക്കൊക്കെ അടുക്കി കെട്ടി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോ കുറെ ചെറുപ്പക്കാരി ഉദ്ദേശിയെ സമീപിച്ചു. എന്നിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, ഉദ്ദേശി കെങ്കേമം പ്രസംഗമായിരുന്നു, നന്നായിരുന്നു, നല്ല ആശയങ്ങളായിരുന്നു. പിന്നെ അങ്ങ് പ്രസംഗിച്ചപ്പോ 1-2 സംശയങ്ങൾ തോന്നി, അതിനൊരു നിവാരണം തരുവാൻ അങ്ങേക്ക് കഴിയുമോ? ഉദ്ദേശി പറഞ്ഞു, കുഴപ്പമില്ല, ബൈബിളിൽ നിന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിവാരണം തരാം. അങ്ങനെ ഒരു ചായ കുടിക്കുവാനായിട്ട് കടന്നു എന്ന് ചായക്കടയിൽ ഇരുന്നു കൊണ്ട് സംശയ നിവാരണം എഴുത്തുവാൻ ശ്രമിക്കുക. കൂട്ടത്തിലെ നേതാവ് ഉദ്ദേശിയെ പരിചയപ്പെടുത്തുക. ഞാൻ ഇവിടുത്തെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല. ഉദ്ദേശി പ്രസംഗിച്ചതൊക്കെ കെങ്കേമമായിരുന്നു, പക്ഷെ 1-2 സംശയം. ഉദ്ദേശിയല്ലേ പറഞ്ഞത് ബൈബിളിൽ എല്ലാത്തിനും ഉത്തരവുണ്ടെന്ന്? അതെ, ഞാൻ പറഞ്ഞതാ. ഉദ്ദേശി പറയാ. അപ്പൊ അങ്ങനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉദ്ദേശി, നിങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് മനുഷ്യർ 2 പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്താന്ന് ഒടുവള്ളിത്തട്ടുകാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. 1 പോവെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുക, 2 പോവെന്ന് പറഞ്ഞാൽ മലവിസർജനം നടത്തുക. ഞങ്ങൾ ഉദ്ദേശി പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളിനകത്ത് 2 പോകുന്നതിനെ കുറിച്ച് മാത്രമല്ല എങ്ങനെ പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പോകേണ്ടത്? പഴയ ബന്ധിക്കോസുകാരൊക്കെ ഇവിടുന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഭാഗ്യത്തിന് പോകുന്നവർ എങ്ങനെ പോകണം? പാരയും കൊണ്ട് പോകണം. എവിടെ പോകണം? പാളയത്തിന് പുറത്തു പോകണം. എന്നിട്ട് മണ്ണി കുഴിയെടുത്തേച്ച് കാര്യം സാധിച്ചു മണ്ണിട്ട് മൂടിയേച്ച് തിരിച്ചു വരണം. മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന വിഷയത്തെ കുറിച്ച് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് കമ്മീഷനെ വെച്ച്, എനിക്കൊന്നു ഉമ്മൻചാണ്ടി സാറാന്ന് തോന്നുന്നു, 2004 കമ്മീഷനെ വെച്ച് പഠിക്കാൻ ആരംഭിച്ചത് തന്നെ വെളപ്പിൽശാലയിലെ മാലിന്യ പ്ലാന്റ് പരാജയപ്പെട്ടത് പിന്നെ. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ബൈബിൾ ഉണ്ടല്ലോ, 2000-ലല്ല 4000 കൊല്ലം മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഭൂമിക്കടിയിലാണ്. അതും ജൈവ മാലിന്യങ്ങൾ മാത്രമേ ഭൂമിയിലേക്ക് നിക്ഷേപിക്കാവൂ. പ്ലാസ്റ്റിക് പോലുള്ള ഖരമാലിന്യങ്ങൾ വരും തലമുറയ്ക്ക് ആപത്താണ്. അതുകൊണ്ട് പ്രകൃതിക്ക് വിപത്തായ പ്രവർത്തികൾ ചെയ്യരുതെന്ന് ലോകത്തോട് പറഞ്ഞ ഒരു പുസ്തകമാണ് സുഹൃത്ത് ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഈ പുസ്തകം. ആധുനികതയുടെ അതിപ്രസരം നിഴലിക്കുന്ന ഏത് വിഷയത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ഇതുപോലൊരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവോ? ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ പുസ്തകം ഈ പുസ്തകമല്ലേ? ഭൂമിയെ ദൈവം അച്ചുതണ്ടിന്മേൽ നിർത്തിയിരിക്കുന്ന വിവരണ സഹിതം ലോകത്തിന് വെളിപ്പെടുത്തിയ പുസ്തകം ഈ പുസ്തകമല്ലേ? ശൂന്യാകാശത്തിൽ അളക്കുവാൻ കഴിയാത്ത അതിരുകളുണ്ടെന്നും അവിടെ നക്ഷത്രഗോളങ്ങളെ ദൈവം മാനമായി ചമച്ചു വെച്ചിരിക്കുന്നെന്നുള്ള വിവരം ലോകത്തിന് വെളിപ്പെടുത്തിയ പുസ്തകം ഈ പുസ്തകമല്ലേ? പ്രപഞ്ചത്തിന് അതിർത്തി വരച്ച ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഈ പുസ്തകമല്ലേ? ശാസ്ത്രത്തിന്റെ കണക്കിനും കണക്കുകൂട്ടലിനും പ്രപഞ്ചത്തിന്റെ വലിപ്പം ഇന്ന് വരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏകദേശ ധാരണയൊക്കെ അവർക്കുണ്ട്. 93,000 ബില്യൺ അതേ പ്രകാശവർഷം വ്യാസമുള്ള പ്രപഞ്ചമെന്നൊക്കെ ശാസ്ത്രം പറയുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ പറയുകയോ, ആ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഒരു നിർമ്മാതാവുണ്ട്. അവിടുത്തെ മഹത്വമാണ് ആകാശം വെളിപ്പെടുത്തുന്നത്, അവിടുത്തെ മഹത്വമാണ് ഭൂമി വെളിപ്പെടുത്തുന്നത്, അവിടുത്തെ മഹത്വമാണ്
നക്ഷത്രങ്ങളിൽ വെളിപ്പെടുന്നത്. ഇങ്ങനെ 93,000 ബില്യൺ പ്രകാശവർഷമുള്ള വ്യാസമുള്ള പ്രപഞ്ചത്തിനകത്ത് നിൽക്കുന്ന 8,64,000 മൈൽ വ്യാസമുള്ള സൂര്യന് അതിന്റെ അപ്പുറത്ത് അത് 3,475 കിലോമീറ്റർ വ്യാസത്തിൽ നിൽക്കുന്ന ചന്ദ്രന് എണ്ണമറ്റ നക്ഷത്രങ്ങൾ. ഈ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാൻ പോയാൽ 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഉറുമ്പുകൾ, 3 ലക്ഷം പൂച്ചെടികൾ, 4,000-നും 5,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ, 10,000 പക്ഷികൾ. ഇവിടെ എല്ലാം തൂണിലും തുരുമ്പിലുമല്ലോ അവിടുത്തെ നിർമ്മതിയുടെ വൈവിധ്യം കാണാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നത് സുഹൃത്തെ. 5-6 പേര് കൂടി ഡിസൈൻ ചെയ്ത ഒരു ദൈവത്തെ അല്ല, മറിച്ച് ചരാചരത്തെ നിർമ്മിച്ച സനാതനനായ ദൈവം, സർവശക്തനായ ദൈവം, ഉളവാകട്ടെന്നുള്ള വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ മഹാദൈവം. ഹല്ലേലൂയ. ആധുനികതയുടെ അതിപ്രസരം നിഴലിക്കുന്ന ഏത് വിഷയത്തെ കുറിച്ചും ആധികാരികമായിട്ട് ബൈബിൾ പറയുക. ചിക്കൻ ഗുനിയയെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. തട്ടുകടയെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാൾമാർട്ട്, ലൂലു ഒക്കെ ഇല്ലേ, ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് ഈ പുസ്തകം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളില്ലേ, ഇതിനെക്കുറിച്ച് നമ്മൾ ഈ 3 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കാ ലോക്ക്ഡൗൺ എന്ന വാക്ക്, അല്ലെ? എപ്പോഴാ ആ വാക്ക് നമ്മൾ കേട്ടത്? നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോഴാ നമ്മുടെ തലമുറയിൽ പലരും ലോക്ക്ഡൗൺ എന്ന വാക്ക് കേട്ടത് തന്നെ. പക്ഷേ പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ബൈബിളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരുടെ കാലഘട്ടത്തിൽ? ഇന്നേക്ക് 4,000 കൊല്ലം മുമ്പ് ജീവിച്ച മോശ എന്ന് പറയുന്ന ഒരു മാന്യനായ പ്രധാനമന്ത്രി. അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു 30 ലക്ഷം പൗരന്മാർ. അവരൊന്നിച്ചിങ്ങനെ വരുന്ന ഒരു യാത്ര. അന്ന് ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായി. ഇന്നത്തെ കോവിഡ് പോലെ ഒരു പകർച്ചവ്യാധിയാണ്. എന്താ അതിന്റെ പേരെന്നറിയോ? കുഷ്ഠം. അന്ന് ഈ കുഷ്ഠം എന്ന് പറയുന്നത് അതിന് മരുന്നില്ലാത്ത, ചികിത്സയില്ലാത്ത ഒരു കാലം. ആ പകർച്ചവ്യാധി ബാധിച്ചത് മറ്റാരെയല്ല, മോശയുടെ സ്വന്തം നേർപ്പെങ്ങളെയാ. അങ്ങനെ മോശയുടെ പെങ്ങളെ ഈ പകർച്ചവ്യാധി ബാധിച്ചപ്പോഴത്തേന് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ കോവിഡ് വരുന്നവരെ എന്താ ചെയ്യുന്നത്? സർക്കാരിന്റെ ചെലവിൽ ക്വാറന്റൈൻ സെന്ററിലാക്കും. അങ്ങനെ പാളയത്തിന് പുറത്ത് ഈ സഹോദരിയെ 7 ദിവസത്തേന് ക്വാറന്റൈനിലാക്കി. അങ്ങനെ 7 ദിവസത്തേന് ക്വാറന്റൈനിലാക്കിയ ദിവസങ്ങളിൽ മോശ പറഞ്ഞു, ഇന്നു മുതൽ ചർച്ച് 7 ദിവസം ലോക്ക്ഡൌണിലാണ്. അപ്പൊ ആദ്യം നമുക്ക് തെറ്റിപ്പോയി, 21 ലോക്ക്ഡൌണിന്റെ ആവശ്യമില്ലെന്നുള്ള കാര്യം. പിന്നെ നമുക്ക് മനസ്സിലായി എത്ര കോവിഡ് വന്നു കഴിഞ്ഞാലും 7ാമത്തെ ദിവസം ആന്റിജൻ എടുത്ത് ജോലിക്ക് കയറാമെന്ന് നമ്മുടെ സർക്കാർ പിന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അപ്പൊ ഏത് പകർച്ചവ്യാധിയുടെയും കാലാവധി 7 ദിവസമാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത പുസ്തക ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തി സംസാരിക്കുന്ന പുസ്തകം. ബൈബിൾ പുരാതനത്വത്തിന്റെ പുസ്തക, ബൈബിൾ ആധുനികതയുടെ പുസ്തക. ഇനിയും ബൈബിളിന്റെ 3ാമത്തെ പ്രത്യേകത, എന്റെ പ്രിയ കേൾവിക്കാര് ശ്രദ്ധിക്കുക, ബൈബിളിന്റെ 3ാമത്തെ പ്രത്യേകത ഇതിന്റെ വ്യത്യസ്തതയാണ്. ഇതുപോലെ വ്യത്യസ്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകം ഇല്ല, ലോകത്തിൽ വേറെ ഇല്ല. ഹിസ്റ്ററി എന്ന വാക്കുണ്ടായത് തന്നെ ഹിസ്റ്റോറി എന്ന വാക്കിൽ നിന്നാ. ആരുടെ സ്റ്റോറി എന്നറിയോ? അവന്റെ കഥ. ആരുടെ കഥ? നിത്യതയിലെ നിത്യനിർണയപ്രകാരം പിതാവിനാൽ അഭിഷക്തനായി, കാലത്തിന്റെ തികവിൽ കന്യകയിൽ ജാതനായി, കാനാവിന്ന് കാൽവറി വരെ തന്റെ പ്രവർത്തികൾ തികച്ചെടുത്ത് 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശ് ചുമന്ന് 14 പ്രാവശ്യം വീടുമെഴുന്നേറ്റ് കാൽവറിയിൽ കടന്നു എന്ന് കാൽക്കരം കാലിനും മണിക്ക് വിരിച്ചു കൊടുത്ത് കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള കല്ലറയുടെ വാതിൽ ഉരുട്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവനും കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കപ്പറ, എത്രയും താമസമില്ല തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മധ്യാകാശത്തിൽ മടങ്ങി വരുന്നവനുമായ അവന്റെ കഥ. അവനെപ്പോലെ ആരാധന ആരുമില്ല, അവന്റെ ഒപ്പം നിൽക്കാൻ ഒരൊറ്റ ആളുമില്ല. ഇല്ല. ബൈബിളിന്റെ വ്യത്യസ്തത. ഇനി ബൈബിളിന്റെ 4ാമത്തെ പ്രത്യേകതയാ ഈ പുസ്തകത്തിന്റെ സ്വാധീനത. എന്താ ഈ ബൈബിളിന്റെ സ്വാധീനത? ബൈബിൾ മനുഷ്യനെ മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകം. ഇന്നത്തെ ആധുനിക ലോകത്തിൽ 2 അപകടം നടക്കുന്നത്. ഒന്ന്, മനുഷ്യരൊക്കെ മൃഗാകുന്നു. മറ്റൊന്ന്, മനുഷ്യരൊക്കെ ദൈവമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ അടുത്ത സമയത്ത് ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തു. ആ ഒരൊറ്റ അറസ്റ്റ് നിമിത്തം 37 പേര് കൊല്ലപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ 144 പ്രഖ്യാപിച്ചു. അപ്പം ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ? ഇതൊരു വലിയ അപകടമല്ലേ? മനുഷ്യന് ദൈവമാകുന്നു,
ഇതുപോലെ വേറൊരു അപകടമുണ്ട്. അതെന്താണെന്നറിയോ? അതാ മനുഷ്യന് മൃഗാകുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. കൊമ്പനാനെ പിടിയാനെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പൂവൻകോഴി പടക്കോഴിയെ കൊത്തിക്കൊല്ലുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേര് മനുഷ്യനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലം. ഇന്ന് രാത്രി ഞങ്ങൾ പറയുകയാ, ബൈബിൾ ഒരാളെ സ്വാധീനിച്ചാൽ അവൻ ബോംബുണ്ടാക്കത്തില്ല. ബൈബിൾ ഒരാളെ സ്വാധീനിച്ചാൽ അവൻ ഹർത്താൽ നടത്തത്തില്ല. ബൈബിൾ ഒരാളെ സ്വാധീനിച്ചാൽ അവർ ട്രാൻസ്പോർട്ട് ബസിന്റെ കല്ലെറിയത്തില്ല. ബൈബിൾ ഒരാളെ സ്വാധീനിച്ചാൽ അവൻ അപ്പുറത്തുകാരെ അതിരുമാന്തത്തില്ല. ബൈബിൾ ഒരാളെ സ്വാധീനിച്ചാൽ ഒരു മനുഷ്യനോട് കള്ളം പോലും പറയത്തില്ല. കാരണം മനുഷ്യനെ ഇന്ന് രാത്രിയിലെ യോഗം പോലും മനുഷ്യത്വത്തിന്റെ ഭാഗ. ഞങ്ങളെ കുറിച്ച് ആർക്കേലും എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇച്ചിരി ഒച്ച കൂടുതലുണ്ടെന്നുള്ളതല്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു അപകടം വരുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അങ്ങോട്ട് ട്രെയിൻ വരുന്നത് കാണാതെ ഒരു കൊച്ചു കുഞ്ഞ് ഇതുപോലെ ഓടി അങ്ങോട്ട് ചെന്നാൽ നമ്മൾ രണ്ട് കുഞ്ഞ് ട്രെയിൻ വരുന്നെന്ന് ഉറുമ്പിന് പോലും കേൾക്കാതെ പറയുമോ? ഇല്ല. എന്തൊച്ചത്തിലാ പറയുന്നത് അല്ലേ? ഇന്ന് രാത്രി ഉള്ള ഒച്ച മുഴുവൻ ഞങ്ങൾ എടുത്ത് പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ലോകം വലിയ അപകടത്തിലോട്ട് പോവുക. ഒടുവള്ളിത്തട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരും അതിനകത്ത് അകപ്പെടരുതെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം ഈ രാത്രിയിലെ സന്ദേശത്തിന്റെ പിൻപിലുള്ളത്. ഈ യോഗം പോലും മനുഷ്യത്വത്തിന്റെ ഭാഗ. പൈസയുടെ തള്ളിക്കയറ്റം കൊണ്ടൊന്നും നടത്തുന്ന ഒരു യോഗമല്ല ഇത്. ഇത് മനുഷ്യത്വത്തിന്റെ ഭാഗ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം എന്നാ കാരണമെന്ന്. നിങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു, രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ ഒരു കൊലപാതക ശ്രമം. ഒരാൾക്ക് ഗുരുതരമായ വെട്ടേൽക്കപ്പെട്ടിരിക്കുന്നു. ആളിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ ഹർത്താൽ ഓൺ ദ സ്പോട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഹർത്താലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ എൻ്റെ വാഹനത്തിൽ വളരെ വേഗം തന്നെ തിരുവല്ലയ്ക്ക് പോന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ നോക്കിയപ്പോൾ ഫേസ്ബുക്കിനകത്ത് കണ്ടു, ഇന്നലെ തിരുവനന്തപുരത്ത് വെട്ടേറ്റ ആളിന് ബി നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്. എൻ്റെ ബ്ലഡ് ബി നെഗറ്റീവാണ്. കണ്ട നമ്പറിലോട്ട് ഞാൻ അന്നേരം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ ശരിയാ, പക്ഷെ ഇന്നത്തേലും നാളത്തേനും ഉള്ളത് കിട്ടിയിട്ടുണ്ട്. 2 ദിവസം ഞങ്ങൾ സേഫാ. നാളെ കഴിഞ്ഞ് ആവശ്യം വരികയാണെങ്കിൽ സാറിനെ വിളിക്കാം. അപ്പൊ ആളിന്റെ പേരൊക്കെ കേട്ടപ്പം ഒരു പ്രത്യേകതരം ജാതിയിൽപ്പെട്ട ആളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ആ സംസാരിച്ച ആളിനോട് ചോദിച്ചു, ഞാനിങ്ങനെ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലെ ഒരു സുവിശേഷകനാണ്. എൻ്റെ ബ്ലഡ് സ്വീകരിക്കുന്നതിന് ആ ജാതിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അന്നേരം ആ മനുഷ്യൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ എന്നെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം ഈ പറയുന്നത്, ചോരയ്ക്ക് എന്നാ ജാതിയാണ്? സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ചോരയ്ക്ക് ജാതിയുണ്ടോ? കണ്ണീരിന് കളറുണ്ടോ? ഇന്ന് രാത്രി അത് തന്നെ ഞങ്ങളും പറയുന്നത്. ഞങ്ങളുടെ എല്ലാം ജാതി ഒന്നാ. ദൈവം ഇല്ലാത്തവരായിട്ട് നിങ്ങളാരും നരകത്തിൽ പോകരുതെന്നുള്ള ഒരൊറ്റ ആഗ്രഹം ഈ രാത്രിയിലെ സന്ദേശം. ഇത് പറയുമ്പോ ഇച്ചിരി ഒച്ചയൊക്കെ കൂട്ടിയെന്ന് വരും. ഇത് കേൾക്കുമ്പോൾ ഇനി നിങ്ങൾ തല്ല് തല്ലിയാലും ഞങ്ങൾ ഇത് പറഞ്ഞേച്ചേ പോത്തുള്ളൂ. സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ നടന്ന രസകരമായൊരു സംഭവം ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. രസകരമായൊരു സംഭവം മറ്റൊന്നുമല്ല. ഒരു മദ്യപാനിയായ മനുഷ്യനിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരുത്തൻ ഒച്ച വെക്കുന്നു. ഈ മദ്യപാനി തെറ്റിദ്ധരിച്ചത് ഈ ഉദ്ദേശിയാന്നും കണ്ട് ഒച്ച വെച്ചവരിട്ട് ഒറ്റ അടി കൊടുത്തു. അടി കിട്ടിയവൻ അതിനെക്കാട്ടി വലിയൊരു അടി തിരിച്ചു കൊടുത്തു. അട്ട ചുരുളുന്നത് പോലെ ഈ മനുഷ്യൻ ചുരുണ്ട് താഴെ വീടച്ച് കൈയും കൂപ്പി എഴുന്നേറ്റ് വന്നിച്ച് പറയാ, ക്ഷമിക്കണം, ഉദ്ദേശിയാന്നും കണ്ട് അടിച്ചു പോയതാണ്. കച്ചവടക്കാരനെ അടിച്ചത്. ഇനി അടിച്ചാലും തല്ലിയാലും ഒക്കെ ഞങ്ങൾ ഈ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദൈവം ഇല്ലാത്തവരായിട്ട് നിങ്ങളാരും നരകത്തിൽ പോകരുത്. ഈ രാത്രി ഈ സന്ദേശം കേട്ടച്ച് നിങ്ങൾ മനുഷ്യരാകണം. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന, നാടിനും വീടിനും നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരായിട്ട് നിങ്ങൾ മാറണം. അതാ ഈ സന്ദേശത്തിന്റെ പിൻബലത്തെ ആഗ്രഹം. അപ്പൊ ബൈബിളിന്റെ പുരാതനത്വം, ബൈബിളിന്റെ ആധുനികത, ബൈബിളിന്റെ വ്യത്യസ്തത, ബൈബിളിന്റെ സ്വാധീനത. ഇനി ബൈബിളിന്റെ 5ാമത്തെ പ്രത്യേകത അതിന്റെ ഐക്യത. എന്താ ബൈബിളിന്റെ ഐക്യത? ബൈബിളിലെ ആദ്യത്തെ പുസ്തകം അവസാനത്തെ പുസ്തകവും തമ്മിൽ എഴുത്തുകാരുടെ അന്തരം 1500 വർഷത്തെ അന്തരം. പക്ഷെ ആദ്യത്തെ പുസ്തകത്തിൽ എഴുത്തുകാരൻ എഴുതി ഇന്നത്തെ ഭൂമി എങ്ങനെ ഉണ്ടായത്. അവസാനത്തെ പുസ്തകത്തിൽ എഴുത്തുകാരൻ പറഞ്ഞു ഈ ഭൂമി മാറിയച്ച് പുതിയൊരു ഭൂമി ഉണ്ടാവുമെന്ന്.
ആദ്യത്തെ പുസ്തകക്കാരൻ പറഞ്ഞു ഇന്നത്തെ സൂര്യനൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്. അവസാനത്തെ പുസ്തകക്കാരൻ പറഞ്ഞു ഈ സൂര്യനൊക്കെ മറിയിച്ച് പുതിയൊരു സംവിധാനം ദൈവം എന്ത് ചെയ്യും ഉണ്ടാക്കുക. അപ്പം ഇതുപോലെ ഐക്യത നിഴലിക്കുന്ന ഒരു പുസ്തകം ഇനിയും തീരുന്നില്ല. ബൈബിളിന്റെ 6ാമത്തെ പ്രത്യേകത ഇത് നൽകുന്ന ആശ്വാസമാണ്. ബൈബിൾ ലോകത്തോട് ചോദിക്കുന്ന 2-3 ചോദ്യമുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കൂ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കുമോ? അവളും മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, സാധാരണ അമ്മയല്ല കേട്ടോ, പ്രസവിക്കുന്ന അമ്മ. ഒരു സ്ത്രീ അനുഭവിക്കുന്നതിൽ ഏറ്റവും വലിയ അല്ലല്ലല്ല ഒരു സ്ത്രീ അല്ല, ഒരു മനുഷ്യന് താങ്ങാവുന്നതിൽ ഏറ്റവും വലിയ വേദനയാണ് പ്രസവവേദന. സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദനയുടെ അളവ് കണക്ക് കൂട്ടുന്നത് യൂണിറ്റിലാണ്. അങ്ങനെ യൂണിറ്റ് കണക്ക് കൂട്ടുമ്പോൾ സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദന എന്ന് പറയുന്നത് 47 യൂണിറ്റ്. എത്ര ആരോഗ്യമുള്ള ആളാണേലും താങ്ങാൻ പറ്റുന്ന വേദന 47 യൂണിറ്റാണ്. 48 യൂണിറ്റ് വേദന എന്നെ സംഭവിക്കും, ആളിന്റെ ബോധം പോവും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, ഞാൻ നോക്കി നിന്നപ്പോഴായിരുന്നു അപകടം, അന്നേരം ആളിന്റെ ബോധം പോയി. കാരണം എത്ര യൂണിറ്റ് വേദന വന്നു? 48 യൂണിറ്റ് വേദന. പക്ഷെ ഒരമ്മ പ്രസവിക്കുമ്പോൾ സ്വാഭാവിക പ്രസവത്തിൽ അവരനുഭവിക്കുന്ന വേദന മനുഷ്യന് താങ്ങാവുന്നതിനേക്കാൾ 10 യൂണിറ്റൂടെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം കണക്ക് കൂട്ടുന്നത് മനുഷ്യ ശരീരത്തിലെ 20 പച്ചയസ്ഥികൾ ഒരുപോലെ ഒടിയുകയോ അതിൻ്റെ സ്ഥാനം തെറ്റുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന ആ പ്രസവവേദന. ഈ സമയത്ത് അമ്മയുടെ ബോധം പോകുന്നുണ്ടോ? പറ. നിങ്ങളുടെ ഇരിപ്പുണ്ടിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു പരിചയം ഇല്ലാത്ത പോലെ ഇരിക്കുന്നു. ഞാൻ പറയാം, ഏതായാലും ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അപ്പന. 3 പ്രാവശ്യം എൻ്റെ ഭാര്യ സ്വാഭാവിക പ്രസവിച്ച്. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ വേദന ഉണ്ടോ? എന്താ ചോദ്യം മനുഷ്യ നിങ്ങൾ ഈ ചോദിക്കുന്നത്? വേദന ഉണ്ടോ? അന്നേരം ഞാൻ ചോദിച്ചു, ബോധമൊന്നും പോത്തില്ല. അന്നേരം നീ എന്താ ചിന്തിച്ചു? അവള് പറയാ കുഞ്ഞ് കരയുന്നുണ്ടോ എന്നാ ഞാൻ ചിന്തിച്ചു. കുഞ്ഞ് കരയുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാണാണോ പെണ്ണാണോ എന്നാ ഞാൻ ഇതാ ഈ അമ്മ മനസ്സെന്ന് പറയുന്ന സാധനം. അമ്മ മനസ്സെന്ന് പറയുന്ന സീരിയലൊന്നും അല്ല. അമ്മ മനസ്സെന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇങ്ങനെ ഓർത്ത് പ്രസവിക്കുന്ന അമ്മ മറക്കുവോ? എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അമ്മ മറക്കുകയും വിൽക്കുകയും തിരിച്ചു മേടിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ ഇന്നത്തെ പത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, അമ്മ മറന്നാലും ആരവഗണിച്ചാലും മറക്കാത്ത ഒരാളുണ്ടെന്ന്. അതാ ഞങ്ങൾ ഈ രാത്രി പ്രസംഗിക്കുന്ന യേശു. ആരെല്ലാം നിങ്ങളെ അവഗണിച്ചാലും അവഗണിക്കാത്ത. ബൈബിളിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. കാക്ക കുഞ്ഞുങ്ങൾ അരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നവനാര്? തള്ളക്കാക്ക കുഞ്ഞുകാക്കയെ മുലയൂട്ടുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ആകെപ്പാടെ കണ്ടിട്ടുള്ളത് കുഞ്ഞുകാക്കയുടെ അണ്ണാക്കിലോട്ട് തള്ളക്കാക്ക ഏതാണ്ട് രാവിലെ ഉച്ചയ്ക്കും 4 മണിക്കും വൈകിട്ടും ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. എൻ്റെ പൊന്നെ, 3 നേരം നമ്മൾ പിള്ളേരെ വളർത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ എങ്ങനെ 4 നേരം കാക്കയ്ക്ക് ഈ പിള്ളേർക്ക് ക്രമീകൃതമായിട്ട് കൊടുക്കുക? ഇതിനെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ പാസ്റ്ററെ? പിന്നെ എങ്ങനെ? അതാ ശാസ്ത്രജ്ഞൻ, പക്ഷിശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകം പറയുന്നത് കാക്ക കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യത്തെ സമയങ്ങളിൽ കുഞ്ഞുകാക്കയുടെ അണ്ണാക്കിലോട്ട് തള്ളക്കാക്ക ഇങ്ങനെ വാ തുറന്ന് കൊത്തുക ചെയ്യുന്നത്. കൊത്തുമ്പോ ഈ കുഞ്ഞുകാക്ക എന്നെ എടുക്കുമെന്നറിയോ? വാ തുറന്ന് വെച്ച് അലയ്ക്കുമ്പോ അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും എല്ലാം കൂടെ ഇതിന്റെ തൊണ്ടയ്ക്കോട്ട് കയറി ചെല്ലും. അങ്ങനെ കയറി ചെല്ലുന്ന നൈട്രജൻ ഇതിന്റെ തൊണ്ടയ്ക്ക് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തരം സ്രവവുമായിട്ട് കൂടിച്ചേരും. അപ്പൊ രാസപ്രക്രിയ നടന്നിട്ട് അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പൊ കാക്കക്കുഞ്ഞ് ആദ്യത്തെ 7 ദിവസം കഴിക്കുന്നത് എന്തുവാ? ഹലോ, ഗ്ലൂക്കോസ. നമ്മൾ പിള്ളേർക്ക് ലാക്ടോജിൻ കൊടുക്കുമ്പോൾ കാക്ക പിള്ളേർക്ക് അന്തസ്സായിട്ട് കൊടുക്കുന്നത് എന്തുവാ? പറ. പ്രകൃതി കരിഞ്ഞു കൊടുത്ത ഗ്ലൂക്കോസ. ലാക്ടോജിൻ കൊടുത്ത കൊച്ച് 50ാമത്തെ വയസ്സാകുമ്പോഴത്തേന് ഹാർട്ട് അടച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ 100ാമത്തെ വയസ്സിൽ കാക്ക ഇങ്ങനെ പറക്കുന്നതിന്റെ കാര്യം എന്നാ? ഗ്ലൂക്കോസ. കാക്കയുടെ കുഞ്ഞിന് ഗ്ലൂക്കോസ് കൊടുക്കുന്ന ദൈവം ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ദൈവം ഇടപെടത്തില്ലേ പ്രിയപ്പെട്ടവരെ? എൻ്റെ പിള്ളേർ 3 പേരാ, ആൺപിള്ളേരാ. പണ്ടാരണ്ട് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാ. ഏറ്റവും ഇളവനായ ഷൈജി ബ്രദർ ഇവിടെ നിന്ന് ചിരിക്കുന്നവനെ അവന്മാരെ അറിയാവുന്നതുകൊണ്ടാണ്. ഏറ്റവും ഇളവനായ ഏറ്റവും പാപം അവനാ കഴിഞ്ഞ മാസം പെരകത്തിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പിള്ളേരുടെയൊക്കെ അവസ്ഥ. അന്നേരം ഞങ്ങളിവിടുത്തെ സഭയിൽ ന്യൂഡിയച്ച ചൂടിലാണ് കൂടുന്നത്. ഇവിടുത്തെ ഒരു ബിജു ബ്രദറുണ്ട്. ആ ബിജു ബ്രദർ അവനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് 1ാം ക്ലാസ്. ബിജു ബ്രദർ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയ്ക്ക് അവനോട് ചോദിച്ചു, എടാ ഫോദേ, ലാസറിൻ്റെ വീട്ടിൽ യേശു എന്നാ ചെയ്തെന്ന്. ഇവൻ നേരെ തിരിച്ചങ്ങോട്ട് തുടങ്ങി.
ബിജുവെങ്കിൽ ഇതൊന്നും അറിയാതാണോ സൺഡേ സ്കൂൾ പഠിപ്പിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയ ചടുത്തത് പറയാം. എൻ്റെ ബിജുവെങ്കിലെ അവിടെ ചെന്നപ്പം മുതൽ അവിടുത്തെ കാര്യം മുഴുവനും യേശു ഏറ്റെടുത്തില്ല. സത്യത്തിൽ അതല്ലേ ചെയ്തത്? അല്ലേ? അവിടുത്തെ കാര്യം മുഴുവൻ ആരേറ്റെടുത്തു? ഇന്ന് രാത്രി നൊമ്പരപ്പെടുന്ന നിങ്ങളുടെ ചില വേദനകളെ ഏറ്റെടുക്കാനായിട്ട് യേശു വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ബൈബിൾ പുരാതനത്വത്തിൻ്റെ പുസ്തകമാണ്. ബൈബിൾ ആധുനികതയുടെ പുസ്തകമാണ്. ബൈബിൾ വ്യത്യസ്തതയുടെ പുസ്തകമാണ്. ബൈബിൾ സ്വാധീനതയുടെ പുസ്തകമാണ്. ബൈബിൾ ഐക്യതയുടെ പുസ്തകമാണ്. ബൈബിൾ ആശ്വാസത്തിൻ്റെ പുസ്തകമാണ്. ബൈബിളിൻ്റെ 7ാമത്തെ പ്രത്യേകത അത് നൽകുന്ന പ്രത്യാശയാണ്. ഇന്ന് രാത്രി ആ പ്രത്യാശ നിഴലിക്കുന്ന ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ ഓർപ്പിച്ച് നാം പ്രാർത്ഥിക്കും. വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മതി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ബൈബിൾ നൽകുന്ന പ്രത്യാശയിലേക്ക് ഈ സന്ദേശം നിങ്ങളെ നയിക്കുകയാണ്. ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് കർത്തൃദാസൻ പ്രിയ സൈമൺ പാസ്റ്ററിനോട് ഓർപ്പിച്ച ഒരു കാര്യം, ഈ കൺവെൻഷന്റെ ചെലവിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സഹകരിക്കാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ ഇപ്പം നടക്കുകയാണ്. സ്തോത്രയാഴ്ച ശുശ്രൂഷ. അത് കർത്തൃദാസന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യും. അനന്തരമായിട്ട് നമുക്ക് വീണ്ടും വേഗം ഈ വചനം ശ്രദ്ധിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയാണല്ലോ. ഈ രാത്രിയിൽ ഈ കൺവെൻഷൻ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ കൺവെൻഷൻ്റെ ഭാരിച്ച ചിലവുകളുണ്ട്. എല്ലാ ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവരും ആ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്തോത്രകാഴ്ചയ്ക്ക് നിയുക്തരായിട്ടുള്ള വ്യക്തികൾ ആ കാര്യം ചെയ്യണം. എല്ലാവരും മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ആ കാര്യത്തിൽ സഹകരിക്കുക. സ്തോത്രകാഴ്ച എടുക്കുന്ന സമയത്ത് ചില നോട്ടീസുകൾ വായിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നന്ദി പറയേണ്ട ദിവാസൻ മുമ്പോട്ട് കടന്നു വരണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഫെയ്ത്ത് ലീഡേഴ്സ് ചർച്ച് ഓഫ് ഗോഡ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയും ആത്മീയ ആരാധനയും അഭിഷേക ഓഡിറ്റോറിയം കരുവഞ്ച 2023 ഫെബ്രുവരി 13 തിങ്കൾ, ഫെബ്രുവരി 14 ചൊവ്വ. ഈ കൺവെൻഷനെ ഓർത്ത് ദൈവമക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും കടന്നു നിന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. IPC കണ്ണൂർ സെൻട്രൽ കൺവെൻഷൻ കരുവഞ്ചാലിൽ വെച്ച് ഏപ്രിൽ 13, 14, 15, 16 തീയതികളിൽ നടത്തപ്പെടുന്നു. പ്രസംഗർ പാസ്റ്റർ PG വർഗീസ്, B മോഹനച്ചൻ കായംകുളം, KJ തോമസ് കുമുളി, ദാനിയൽ എന്നീ ദൈവദാസന്മാർ ദൈവനെ സംസാരിക്കുന്നതാണ്. എല്ലാ ദൈവമക്കളും ഓർത്ത് പ്രാർത്ഥിക്കുകയും കടന്നു നിന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ കൺവെൻഷൻ ചെമ്പേരി ബസ് സ്റ്റാൻഡ് 2023 ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ നടത്തപ്പെടുന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ. പാസ്റ്റർ ജൻസൺ ജോയി കുമുളി, പാസ്റ്റർ VA വർഗീസ് മുംബൈ എന്നിവർ ദൈവനെ സംസാരിക്കുകയും പാസ്റ്റർ ബ്രദർ പോൾസൺ കണ്ണൂർ ആൻഡ് ടീം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. ഈ 3 ദിവസത്തെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും പോയി സംബന്ധിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക. 22-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ചെമ്പേരി പ്രാർത്ഥനാ ഭവനിൽ വെച്ച് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പ്രാർത്ഥനാ ഭവനിൽ വെച്ച് ബൈബിൾ ക്ലാസ് നടത്തപ്പെടുന്നതാണ്. ഫാമിലി സെമിനാറാണ്. അതിനകത്ത് ഇവിടെ പേര് പറയപ്പെട്ട VA വർഗീസ് അവർ ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ പരസ്യപ്പെടുത്തിയ 2 പുസ്തകങ്ങൾ, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുകൂടിയോ സിസ്റ്റർ ബിന്ദു ബിജു എഴുതിയ പുസ്തകവും അതുപോലെ തന്നെ മധ്യസ്ഥന്മാരും തിരുവന സത്യങ്ങളും എന്നുള്ള പുസ്തകം പുറകിൽ ആ വാഹനത്തിന് സമീപത്ത് ലഭ്യമാണ്. 100 രൂപ വീതം വിലയുള്ള 2 പുസ്തകങ്ങളും 75 രൂപ വെച്ച് ലഭ്യമാണ്. ദൈവമക്കൾ വാങ്ങി വായിക്കുന്ന നന്നായിരിക്കും. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുകൂടി എന്ന പുസ്തകം സിസ്റ്റർ ബിന്ദു ബിജു എഴുതിയതാണ്. സൗകര്യമാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമാണ്. മധ്യസ്ഥന്മാരും തിരുവന സത്യങ്ങൾ എന്നുള്ള പുസ്തകം പുറത്തുള്ളവർക്ക് നൽകി നമുക്ക് സുവിശേഷം പറയാൻ വളരെ പ്രയോജനമുള്ള പുസ്തകമാണ്. ഈ കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഷിജു മുമ്പോട്ട് കടന്നത് നന്ദി ചില വാക്കുകൾ നന്ദിയായി പറയുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തമായി ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ അനീഷ് പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സമയം നമ്മുടെ മുൻപിൽ വളരെ പരിമിതമായുകൊണ്ട് എന്നിൽ നിഷ്പിതമായിരിക്കുന്ന കർത്തവ്യം വേഗത്തിൽ തന്നെ
ആ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം വളരെ അനുഗ്രഹമായ രീതിയിൽ നമ്മുടെ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുവാനിടയായി തീർന്നു. ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടുവെങ്കിലും തക്ക സമയത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, മനസ്സിലാക്കി. ആ സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും നന്ദിയും അറിയിക്കുകയാണ്. ഇത്രത്തോളം ആ കർത്താവ് നമ്മളെ മാനിച്ചുവല്ലോ, ആ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. ഇനിയും ശക്തമായി ഉടുവള്ളി സഭയുടെ സകല പ്രവർത്തനങ്ങളെയും ശക്തമായി മാനിക്കുവാൻ ആ ദൈവം കൂടെയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവത്തിന് സർവമാനവും മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി എനിക്ക് നന്ദി പറയുവാനുള്ളത് നമ്മുടെ കൺവെൻഷൻ്റെ പ്രധാന ഭാഗമായ തിരുവചന ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനിയ ദൈവദാസന്മാരോടാണ്. നമുക്കറിയാം, ആദ്യ ദിവസം പാസ്റ്റർ സാബു ചാരുവേലി അവർകളാണ് ശക്തമായി തിരുവചനത്തിൽ ശുശ്രൂഷിച്ചത്. പ്രിയപ്പെട്ട ദൈവദാസനോടുള്ള നന്ദിയും വന്ദനത്തെയും ഒടുവിള്ളി ദൈവസഭയുടെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് പ്രിയദാസനെ ശക്തമായി വീണ്ടും കർത്താവിൻ്റെ വേലിൽ ശക്തമായി ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസമായ ഇന്നലെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചത് പാസ്റ്റർ റോബിൻസൺ അവർകളാണ്. അതിശക്തമായി കർത്താവിൻ്റെ മടങ്ങിവരവിനെ പറ്റി തിരുവചനത്തിൽ കൂടെ സംസാരിക്കുവാനിടയായി തീർന്നു. അത് നമുക്കും നമ്മുടെ ദേശത്തിനെല്ലാം വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ആ ദൈവദാസനുള്ള ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രികാലം അതിശക്തമായി കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ അനീഷ് പാസ്റ്റർ, അദ്ദേഹത്തെ നമുക്കെല്ലാം വളരെ സുപരിചിതനാണ്. എനിക്ക് തോന്നുന്നു കൺവെൻഷനുള്ള ബന്ധത്തിൽ, ന്യൂ ഇന്ത്യ ചർച്ചകളുടെ ബന്ധത്തിൽ രണ്ടാമത്തെ തവണയാണ് പ്രിയ ദേവദാസൻ കടന്നു വരുന്നത്. ഇന്ന് രാത്രികാലം ഒടുവിളുടെ സഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിലും പ്രിയ ദേവദാസനുള്ള ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേട്ടു, വളരെ ബദ്ധപ്പാടിൻ്റെ മധ്യത്തിലാണ് ദേവദാസൻ ഇന്ന് രാത്രികാലം കടന്നു വന്നത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായ കാലയളവിൽ ശക്തമായ ദേവദാസനെ കർത്താവ് എടുത്തുപയോഗിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പ്രിയ ദേവദാസനോട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒഴിച്ചുകൂടാനാകാത്ത അനേകരുടെ പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സമയക്കുറവ് മൂലം വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞുവിടാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൺവെൻഷൻ നടക്കുന്ന ഈ ഗ്രൗണ്ട് ഇത് നൽകി തന്നത് ഇവിടുത്തെ ചപ്പാരപ്പടവ് പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി വളരെയധികം അധ്വാനം ചെയ്ത ശ്രീമതി വിനീത 8ാം വാർഡ് മെമ്പറാണ്. പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ നാട്ടിലെ നല്ല സുപരിചിതനും ഇന്ന് നാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹിതനുമായിരിക്കുന്ന പ്രിയ സഹോദരൻ അരുൺ ജോയ് അവറുകളാണ്. നിങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ നാട്ടുകാർക്കാണ് ഞങ്ങൾക്ക് അടുത്തതായി നന്ദി പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവും കൊണ്ടാണ് ഞങ്ങളുടെ ഈ 3 ദിവസത്തെ പ്രോഗ്രാം, ഈ കൺവെൻഷൻ ശക്തമായ നിലയിൽ ഇവിടെ നടക്കുവാൻ ഇടയായി തീർന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത്, നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തെ ഓർത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും അതോടൊപ്പം തന്നെ ഒടുവള്ളി ദൈവസഭയുടെ പേരിൽ ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ള ഡ്രൈവേഴ്സ്, ബിസിനസ്സുകാർ എല്ലാവരും ഞങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വളരെയധികം ശ്രുതിമധുരമായ ഗാനങ്ങൾ പാടുകയും കർത്താവിൽ നമ്മൾക്ക് പ്രത്യാശ നൽകുകയും ആരാധന ശക്തമായി ലീഡ് ചെയ്ത പ്രിയപ്പെട്ട ദേവദാസന്മാരെ, പ്രിയ കൊയർ ടീമിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങളുടെ ഈ കൺവെൻഷന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒടുവള്ളി ദൈവസഭയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കൺവെൻഷന് വലിയ ഭാരിച്ചതാകുന്ന ചിലവുകളൊക്കെ ഉണ്ട്.
ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. അവർക്കുള്ള ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ അനേക ദൈവദാസന്മാർ കടന്നു വരുവാനിടയായി തീർന്നു, ദൈവമക്കൾ കടന്നു വരുവാനിടയായി തീർന്നു. ആരുടെയും പേരെടുത്ത് സമയക്കുറവ് മൂലം പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണം ചെയ്തു തന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സിറ്റി ലൈറ്റ് നടുവിൽ പ്രിയപ്പെട്ടുള്ള ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി അവരാണ് ഈ ക്രമീകരണം എല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ സെന്ററിന്റെ ശക്തമായ ഒരു നേതൃത്വമുണ്ട്, ഒരു കോർ ടീമുണ്ട്. അവർ ഇതിനു വേണ്ട സകലവിധ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ എല്ലാ സഹായവും നൽകി തരുവാനിടയായി തീർന്നു. പ്രിയ ദേവദാസന്മാരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ കഴിഞ്ഞ 3 ദിവസം വളരെ ബദ്ധപ്പാട് മൊത്തത്തിൽ കടന്നു വരികയും സഹകരിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്ത ഈ സകല ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ഞങ്ങളുടെ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി മാനിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരാൾക്കുകൂടെ നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, പാസ്റ്റർ സൈമൺ PJ അവർക്കാണ്. ചില നാളുകളായി വളരെയധികം പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെ ഫലമായാണ് പ്രിയ ദേവദാസനും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം സഭയും പ്രിയ ദൈവമക്കളെയും പ്രിയ ദേവദാസനെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ കർത്താവ് മാനിക്കുമാറാകട്ടെ. എല്ലാറ്റിനും പ്രതിഫലം നൽകി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കുമാറാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ആരുടെയെങ്കിലും പേര് വ്യക്തിപരമായി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കുകയാണ്. വീണ്ടും വളരെ ദൈവസന്നിധി പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടരാം. വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ബൈബിൾ നൽകുന്ന പ്രത്യാശ: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. തൻ്റെ ക്രൂശീകരണത്തിൻ്റെ തൊട്ട് മുൻപുള്ള ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ നില മനസ്സിലാക്കിയ യേശു ശിഷ്യഗണത്തോട് ഓർപ്പിക്കുന്ന കാര്യമാണ് നാം വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. മനുഷ്യഹൃദയത്തിന് 4 പ്രത്യേകതകൾ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യഹൃദയത്തിൻ്റെ ഡിഫക്റ്റുകളെ, ന്യൂനതകളെ, കുറവുകളെ ഒക്കെ മനസ്സിലാക്കുവാൻ പല സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ചികിത്സാ രീതികളിൽ വന്നെത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു വസ്തുതയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ശാസ്ത്ര ഉപകരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഒരു ശാസ്ത്രീയ ഉപകരണത്തിനും അളക്കുവാൻ കഴിയാത്ത മനുഷ്യഹൃദയത്തിൻ്റെ വേദനകളെ നന്നായി അറിയുന്ന പുസ്തകമാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ ബൈബിൾ മനുഷ്യഹൃദയത്തിൻ്റെ 4 അവസ്ഥകളെ കുറിച്ച് പറയുക. എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ 4 അവസ്ഥകൾ? 1-ാമത്തെ അവസ്ഥയാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മനുഷ്യഹൃദയം സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലൂക്കോസ് 24-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ മനുഷ്യഹൃദയത്തിന്റെ 1-ാമത്തെ അവസ്ഥ പ്രിപ്ലക്സ്ഡ് ഹാർട്ട്, ചഞ്ചലിക്കുന്ന ഹൃദയം. എന്തോ ചില വാർത്തകൾ, എന്തോ ചില അവസ്ഥകൾ ചഞ്ചലിപ്പിക്കുക. ശരിക്കും പരൽമീനെ റാഞ്ചാൻ ശ്രമിക്കുന്നതിനിടയിൽ വലിയ വെള്ളച്ചാട്ടത്തിൽ അകത്തകപ്പെട്ടു പോയ കഴുകന്റെ അവസ്ഥയിൽ മനുഷ്യനിങ്ങനെ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? സ്തോത്രം. എങ്ങനെ ചഞ്ചലിക്കാതിരിക്കും? എൻ്റെ കൂടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മോനിസ് ബ്രദർ ഒന്ന് എഴുന്നേറ്റ് നിന്ന്. സ്തോത്രം. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് കോവിഡ് വന്നത്. കാര്യമാക്കിയില്ല. 14 ദിവസമാണ് വെന്റിലേറ്ററിൽ കിടന്നത്. വൈദ്യശാസ്ത്രം മുഴുവൻ വിധിച്ചു. സ്തോത്രം.
ഇനിയും ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ലെന്ന്. എല്ലാവരും പറഞ്ഞു മോൻസ് മരിക്കുക, ചഞ്ചലിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു ചെന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ദൈവമേ, ഒരായുസ് ഇനി ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ ഈ ആയുസ് മുഴുവൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ. ആ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ സാച്ചുറേഷൻ ലെവൽ നേരെ തിരിച്ചു വന്നു. അപ്പം ചഞ്ചലിക്കുന്ന ഏത് മനുഷ്യന്റെ അവസ്ഥകളിൽ അത്ഭുതത്തെ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് രാത്രികാലം ഈ കാര്യം പറഞ്ഞത്. എന്താ ഇവരെ ചഞ്ചലിപ്പിക്കുന്നത്? സാഹചര്യം ഇവരെ ചഞ്ചലിപ്പിക്കുന്നതാ, സമയം ഇവരെ ചഞ്ചലിപ്പിക്കുന്നതാ, അവസ്ഥ ഇവരെ ചഞ്ചലിപ്പിക്കുന്നതാ. ഒരുപക്ഷെ ഇന്ന് രാത്രികാലം മറ്റൊരാളോടും പറയാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളറ് ചില പ്രത്യേക വിഷയത്തിൻ്റെ അകത്ത് ചഞ്ചലിച്ചുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ഞാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ പറയട്ടെ, ചഞ്ചലിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ചിലത് തുറക്കും. എന്താ തുറന്നത്? He opened the tomb. അവൻ കല്ലറയെ തുറന്നു. നിങ്ങൾ ചഞ്ചലിക്കുന്ന വിഷയത്തിനകത്ത് കല്ലറ വരെ തുറക്കാൻ കഴിവുള്ളവർ ദൈവം. നിങ്ങളുടെ പ്രതിസന്ധിയുടെ അപ്പുറത്ത് നിങ്ങളുടെ വീടിന്റെ വിഷയത്തിനകത്ത് ദൈവം ചിലത് തുറക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ഹൃദയം, ചഞ്ചലിക്കുന്ന ഹൃദയം. ഞാൻ ചുരുക്കി പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. ലൂക്കോസ് 24:13 വായിച്ചാട്ട്, രണ്ടാമത്തെ ഹൃദയം വായിച്ചാട്ട് 24:13. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന്, അപ്പൊ രണ്ടാമത്തെ ഹൃദയം ഡിസ്കറേജ്ഡ് ഹാർട്ട്, നിരാശ നിറഞ്ഞ ഹൃദയം. എന്താ നിരാശ നിറഞ്ഞ ഹൃദയത്തിന്റെ പ്രത്യേകത? അവർ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അപ്പം നിരാശ നിറഞ്ഞ ഹൃദയത്തിന്റെ ഒരു പ്രതികരണമാണ് തർക്കവും വാദവും. ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തുവാൻ ഒരു രാജാവ് തന്നെ മന്ത്രിയെ ചുമതലപ്പെടുത്തിയ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മന്ത്രി ഔദ്യോഗിക ഉദ്യമങ്ങളിൽ നിന്നൊക്കെ അവധിയെടുത്തു പോലും, അവധിയെടുത്തിട്ട് ഒരു അന്വേഷണത്തിനിറങ്ങി ഒരു തീർത്ഥയാത്രയ്ക്ക്. ലോകത്തിൽ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ ആ യാത്രയിൽ നയനമനോഹരമായ പല കാഴ്ചകൾ മന്ത്രി കണ്ടു. ആടുന്ന മയില്, പാടുന്ന കുയില്, ചാടുന്ന മുയല്, ഓടുന്ന മാന്, എല്ലാം സുന്ദര കാഴ്ചകൾ. പക്ഷെ സ്വർഗം പോലെ സുന്ദരമായത് ഓരോന്നും അദ്ദേഹം ഡയറിയിൽ എഴുതി വെക്കുക. പക്ഷെ ആ അവധി അവസാനിക്കേണ്ട 6 മാസത്തിനനന്തരമുള്ള ആ ദിവസത്തിന്റെ അർദ്ധരാത്രിയിൽ അരണ്ട മെഴുകുതിരി വെളിച്ചത്തിന്റെ സഹായത്തോട് വീടിനെ ലക്ഷ്യാക്കി അദ്ദേഹം തിരിച്ചു വരികയാണ്. ഒരു തെല്ല് പരിഭവത്തോട് പലതും കണ്ടെത്തി പോലും. പക്ഷെ ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന്. ഒടുവിൽ ആ അർദ്ധരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും ആകാംക്ഷപൂർവ്വം അദ്ദേഹം തട്ടി ഉണർത്തിയപ്പോൾ പ്രിയതമന്റെ സ്വരം തിരിച്ചറിഞ്ഞ സഹോദരി ഉറക്കച്ചടവൊക്കെ അവഗണിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവനെ എതിരേൽക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും, അലഞ്ഞാനെല്ലാം പരിഹാരമായി. ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, സ്വന്തം കുടുംബം. ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ ആളാണോ എന്നല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ എന്നല്ല. എന്റെ ചോദ്യം, നിങ്ങളുടെ കുടുംബം സുഹൃത്ത് ഭൂമിയിലെ സ്വർഗാണോ അതോ നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ നരകാണോ? ഒരു കാര്യം സത്യമായിട്ട് പറയാമേ, ഭൂമിയിലെ നരകമായിരിക്കുന്ന ഏത് കുടുംബത്തെ സ്വർഗമാക്കി മാറ്റുന്ന ഒരു സന്ദേശമാ സുവിശേഷത്തിന്റെ സന്ദേശം. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവം. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനായി ജനിച്ചയാളാ. എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് റാന്നിയിലെ 2 ആശുപത്രിയിലെ ഡോക്ടർമാർ ഒരുപോലെ പറഞ്ഞ് കുഞ്ഞ് ജീവിക്കത്തില്ല, ജീവിച്ചാൽ ഇത് മന്ദബുദ്ധിയായിട്ടേ ജീവിക്കത്തുള്ളൂ. അവരുടെ മൂത്ത മകൻ മന്ദബുദ്ധിയാകുമെന്നുള്ള തിരിച്ചറിവ് എൻ്റെ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ നരകാക്കി പോലും. ആ ആശുപത്രിയുടെ മുറിയിൽ മുട്ടുമടക്കിക്കൊണ്ട് എൻ്റെ അപ്പൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തിരിച്ചു തന്നാൽ ഞങ്ങൾ ഒന്നിച്ചങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാം. അന്നേകത്തിന്റെ ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥനയുടെ നടുവിൽ ഒരത്ഭുതം വൈദ്യശാസ്ത്രത്തിന്റെ പ്രവർത്തികൾക്ക് അപ്പുറത്ത് എന്റെ മേൽ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ 40ാമത്തെ വയസ്സ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഈ രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ, ഏത് നരക കണക്കിനുള്ള വീടിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിവുള്ളതാ സുവിശേഷത്തിന്റെ ശക്തി. സ്തോത്രം. തർക്കിക്കുന്ന, വാദിക്കുന്ന, ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് ഞങ്ങൾ ഒന്നിച്ച് ബോംബെയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കാം.
പ്രസംഗമെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഫോണിലേക്ക് ഒരു സഹോദരി വിളിച്ചു ചോദിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു. പേപ്പർ ഞണ്ണം വലിച്ചെറിയുന്നത് പോലെ കുടുംബജീവിതം തകർക്കപ്പെട്ടിരിക്കുക, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഞാനിത് പറഞ്ഞപ്പോഴത്തേന് അലറിക്കരഞ്ഞുകൊണ്ട് അവർ ചോദിക്കുക, എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായതല്ല, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ദൈവം പറയാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ അവസ്ഥ പറയുക, സോഫ്റ്റ്വെയറിൽ എംടെക് കഴിഞ്ഞേച്ച് ഒരറിയപ്പെടുന്ന കമ്പനിയുടെ മാനേജരായിട്ട് ജോലി ചെയ്യുക. ഭർത്താവ് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ. 6 മാസം മുമ്പ് അദ്ദേഹം ഒരു പങ്ക് ബിസിനസ്സിൽ ഏർപ്പെട്ടു. അപ്പം മുതൽ ഒരിക്കൽ പോലും മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത മനുഷ്യൻ തികഞ്ഞൊരു മദ്യപാനിയായി മാറി. മാത്രമല്ല, തികഞ്ഞൊരു ദുർമാർഗിയുമായി. അങ്ങനെ ബോംബെയിലെ ചുവന്ന തെരുവായിട്ടൊക്കെ ബന്ധപ്പെട്ട മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ള വാർത്ത ഈ സഹോദരിയെ വല്ലാതെ ഡിപ്രസ്ഡാക്കി. ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കീടനാശിനിക്കടയിൽ നിന്ന് ഒരു കുപ്പി വിഷമൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോൾ, യാന്ത്രികമായിട്ട് ഇങ്ങനെ വാഹനത്തെ വരുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഒരു പോസ്റ്റർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ അവരോട് പറയുന്നു, ഇദ്ദേഹത്തെ വിളിക്കണം. അറിയാതെ അവരാ സ്ഥലത്തിറങ്ങി. അവിടെ ചെന്ന് പോസ്റ്ററെ നോക്കിയപ്പോൾ ഒരു ചെറിയ നമ്പർ കണ്ടു. അത് പ്രസ്സുകാരുടെ നമ്പരാണ്. പ്രസ്സുകാരുടെ നമ്പർ എടുത്തു. അവിടെ ചെന്ന് സംഘാടകരുടെ നമ്പർ മേടിച്ചു. സംഘടിപ്പിച്ചവരുടെ നമ്പർ വിളിച്ച് ഞങ്ങളുടെ നമ്പർ മേടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന യേശു യഹൂദനായ ഒരു ആശാരിയാണ്. ഈ ആശാരിമാരുടെ പണിയെന്ന് പറയുന്നത് ബന്ധമില്ലാതെ പരിവിരുത്തിരിക്കുന്ന ഏത് ഉരുപ്പിടികളെയും പണിതെടുത്ത് ഭംഗിയുള്ള ഉപകരണമാക്കി മാറ്റുന്നവൻ ആശാരി. അങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ തകർച്ചയുടെ ചരിത്രത്തെ മാറ്റി സുന്ദരാക്കി പണിതെടുത്ത് മനോഹരമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതൊന്നും അവൾ അംഗീകരിച്ചില്ല. മരണത്തിൻ്റെ പിശാച് ആത്മഹത്യയുടെ അധികാരം അവരുടെ മനസ്സിലിങ്ങനെ കയറിക്കിടക്കുമ്പോൾ 4 വാക്ക് പറയുമ്പോൾ 8 പ്രാവശ്യം പറയുന്നത് മരിക്കണം. ഒടുവിൽ 2 മണിക്കൂർ ഞാൻ സംസാരിച്ചു. പലവട്ടം ഫോൺ കട്ടായി. ഒടുവിൽ അവരൊരു തീരുമാനമെടുത്തു. നിങ്ങൾ പറയുന്ന ദൈവം സത്യമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ കയ്യിരിക്കുന്ന വിശക്കുപ്പിക്ക് 6 മാസത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. 6 മാസത്തിനകത്ത് എപ്പം കഴിച്ചാലും മരിക്കാൻ പറ്റും. നിങ്ങളുടെ ദൈവ സത്യമാണെങ്കിൽ 6 മാസത്തിനകത്ത് എൻ്റെ വീടിനൊരു പരിഹാരം ഉണ്ടാകും, അല്ല ഞാൻ മരിക്കും. ഇവിടെ 6 മാസമൊന്നും എടുത്തില്ല. 2ാമത്തെ മാസം ആ സഹോദരിയും സഹോദരനും ഞങ്ങളുടെ റാന്നിയിലെ ചർച്ച വന്നു. അവരുടെ അകത്ത് കിടന്ന് കൈവശം ഛർദ്ദിച്ചു പോയി. ഇന്ന് 250 പേര് കൂടുന്ന ഒരു സഭയുടെ കാരണക്കാരായി അവർ ബോംബെയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗരസ്വൽ ആ ഇന്റർവ്യൂ ചെയ്തത് ഞാനാ. ഇപ്പോഴും ആ ക്യാപ്ഷന് യൂട്യൂബിൽ അത് കിടപ്പുണ്ട്, കിടപ്പ് രോഗികൾക്കായെന്ന ക്യാപ്ഷന്. ആ മനുഷ്യന് സംഭവിച്ചത് 1,00,000 ഒരാൾക്ക് മാത്രം വരുന്ന ആ മസുലാർ ഡിസ്തോക്പിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് സംഭവിച്ചത്. കഴുത്തിന് താഴോട്ട് തളരുക. ശാന്തിപുരംകാരൻ ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. പൗർഷൻ ടിവിക്കകത്ത് കിടപ്പ് രോഗികൾക്കായി എന്ന ആ ക്യാപ്ഷനിലുള്ള ആ പ്രത്യേക ഒരു ഇന്റർവ്യൂ. സ്തോത്രം. ചോദിച്ചാൽ കുടിയേറ്റക്കാരനാണ്, നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിലെ അങ്ങ് 2 പെൺകുഞ്ഞുങ്ങള്, നല്ല അത്യാവശ്യ ചുറ്റുപാട്. പക്ഷേ നിരാശപ്പെടുത്തത്തക്ക നിലയിൽ സാഹചര്യം കടന്നു വന്നത് കുഞ്ഞുങ്ങൾ 2 അന്ധരായിട്ടാണ് ജനിച്ചത്. മൂത്തവള് ബ്രെയിലി പഠിച്ചു, അതിലൂടെ ബൈബിള് പഠിച്ചു. അവള് പറഞ്ഞു, അപ്പാ ബൈബിള് സുവിശേഷം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളീ പോകുന്ന ഒന്നുമല്ല ആരാധന. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം. അതുമാത്രം പോരാ, ദൈവവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം എടുക്കണം. ഇതൊക്കെ പറഞ്ഞ് അപ്പപ്പ പറഞ്ഞു, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത് മറ്റുള്ളവർക്കുള്ള കാര്യമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലപ്പാ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമല്ല, അതൊരു അനുഭവം. ലോകത്തെ നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരവസ്ഥയാ മാനസാന്തരം. അതെല്ലോ മനുഷ്യർക്കും വേണ്ടതാ.
അപ്പൊ പറഞ്ഞു നമുക്ക് വേണ്ടെന്ന്. അവള് പിന്നെയും വായിച്ചപ്പോ അവക്ക് മനസ്സിലായി മാനസാന്തരം വേണ്ടാത്ത 3 കൂട്ടരെ ഭൂമിയിലുള്ളൂ. ആർക്കൊക്കെ? 1, മൃഗങ്ങൾക്ക് മാനസാന്തരം വേണ്ട. 2, ബുദ്ധിവൈകല്യമുള്ളവർക്ക് മാനസാന്തരം വേണ്ട. 3, ശിശുക്കൾക്ക് മാനസാന്തരം വേണ്ട. അല്ലാത്ത എല്ലാ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിയാനായിട്ട് എന്നും ദൈവം വിളിച്ചോണ്ടിരിക്കുക. അപ്പൻ അംഗീകരിച്ചൊന്നുമില്ല. പക്ഷെ അവള് പറഞ്ഞു ഞാൻ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെട്ട അവള് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അപ്പം പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവള് പറഞ്ഞു അല്ല, സ്നാനം വേണം, സ്നാനം അത്യാവശ്യം. അപ്പം പറഞ്ഞു അവള് പണ്ടേ സ്നാനപ്പെട്ടവരാ, നീ ജനിച്ചപ്പോഴേ ഞങ്ങൾ കൊണ്ട് മുഖ്യ. അപ്പൊ അതല്ല സ്നാനം. സ്നാനം എന്ന് പറയുന്ന കർമ്മത്തിനപ്പുറത്ത്, ആചാരത്തിനപ്പുറത്ത് യോഗ്യതയ്ക്കാണ് ബൈബിളിൽ പ്രാധാന്യത ഉള്ളത്. അല്ലെങ്കിൽ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നം ഈടെ ഉണ്ടായില്ലേ? യോഗ്യതയുടെ പ്രശ്നമല്ലായിരുന്നോ? തിരുവനന്തപുരത്തെ മേയറും അവിടുത്തെ കൗൺസിലർമാരും തമ്മിലുള്ള പ്രശ്നം ജോലിക്ക് പോലും എന്തോ വേണം? യോഗ്യത വേണം. അങ്ങനെയാണെങ്കിൽ സ്നാനം എന്ന് പറയുന്ന ആചാരത്തിനപ്പുറത്ത് അതിനൊരു യോഗ്യത വേണമെന്ന് വളരെ കൃത്യമായിട്ട് ദൈവവചനം പഠിപ്പിക്കുക. എന്തൊക്കെ യോഗ്യത? ഒന്നാമത്തെ യോഗ്യത പത്രോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അപ്പം ഏത് പ്രായത്തിൽ സ്നാനപ്പെട്ടാലും ഒന്നാമത് ചെയ്യേണ്ടതെന്നുവാ മാനസാന്തരപ്പെടണം. രണ്ടാമത് മാനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതാര് പറഞ്ഞ യോഗ്യത? യേശു പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനം. അപ്പൊ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ചെയ്യേണ്ട കൽപ്പനയാണ് സ്നാനമെന്ന് അപ്പനോട് മോള് പറഞ്ഞു കൊടുത്തു. അപ്പനതൊന്നും മനസ്സിലായില്ല. പക്ഷെ അവിടെ നിർബന്ധം മൂലം അപ്പൻ അവളെ സ്നാനപ്പെട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ക്ഷണം സ്വീകരിച്ച് അവള് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. രണ്ടാമത്തെ കുഞ്ഞും 17-ാമത്തെ വയസ്സിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോഴാണ് ഈ രോഗം ഇദ്ദേഹത്തെ പിടിച്ചു വലിച്ചത്. കഴുത്തിന് താഴെ തളരുക. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല. കാരണം കഴുത്തിന് താഴോട്ട് അനക്കമുള്ളവനല്ല എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒടുവിലൊരു രാത്രി അദ്ദേഹം ഇങ്ങനെ കിടന്ന് നെടുവീർപ്പിടുക, എന്നെ അറിയാവുന്ന ഏത് ദൈവമുണ്ട്? ഞാനൊന്ന് കണ്ണീരൊഴുക്കിയ എൻ്റെ കണ്ണീന്ന് കണ്ണീര് വന്നാൽ അത് തുടക്കണേ, എൻ്റെ ഭാര്യ വരണം. എൻ്റെ മൂക്കിൽ നിന്ന് അല്പം അഴുക്ക് വന്നാൽ ആ മൂക്കളെ തുടക്കണമെങ്കിൽ എൻ്റെ ഭാര്യ വരാതെ എനിക്ക് രാവിലെ മൂക്ക് ക്ലീൻ ആകത്തില്ല. എന്നെ മനസ്സിലാകുന്ന ഒരു ദൈവമുണ്ടോ? അങ്ങനൊക്കെ നെടുവീർപ്പിട്ട് കിടക്കുന്ന രാത്രിയില് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിൽ കണ്ടതിങ്ങനെ ക്രൂശേ കിടക്കുന്ന യേശു അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയാ, ആളുകൾ എൻ്റെ മുഖത്തെ പച്ചരവും പിഴുതെടുത്തപ്പോ ഞാനും ആഗ്രഹിച്ചത് ആ കൈ കൊണ്ട് അതൊന്ന് അമർത്താൻ, എന്നാൽ എനിക്ക് പറ്റിയില്ല. കൈ ആണിയലായിരുന്നത് കൊണ്ട് ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോ ഞാനും ആഗ്രഹിച്ചതാ അതൊന്ന് തുടയ്ക്കാൻ, എന്നാൽ എനിക്ക് പറ്റിയില്ല. കൈ ആണിയലായിരുന്നത് കൊണ്ട് മോനെ നിന്നെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊന്ന് രാത്രി 6 മണിക്കൂർ അവിടെ പെടഞ്ഞത്. അപ്പൊ ചോദിച്ചാലും മനസ്സിലായി എന്നെ മനസ്സിലാകുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇന്ന് രാത്രിക്കാലം ലോകത്തിൽ ആർക്കും നിങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിൽ എന്റെ പൊന്നുകൂടെ പറപ്പ്, എന്നെ നിങ്ങളെ മനസ്സിലാകുന്ന ഒരാളുണ്ട് കേട്ടോ. അങ്ങനെ പേരാ യേശു. ജോയിച്ചാൻ ജീവിതത്തെ സമർപ്പിച്ചു. യാദൃച്ഛയായിട്ട് ഇങ്ങനെ ആൻറ്റി ന്യൂസ് തിരിച്ചു വെക്കുന്ന കൂട്ടത്തിൽ ആ പവർഷൻ ടി വി വന്നു. അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഞാനാ. ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ആൻറ്റി പറഞ്ഞത്, ഈ മോനെ കണ്ടോ ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അങ്ങനെ ഷേവ് ചെയ്യുന്നൊരു കണ്ണാടി എടുത്ത് മുന്നിൽ പിടിച്ചു ആൻറ്റി. അപ്പോൾ പുറകിൽ എൻ്റെ ഫോട്ടോ തെളിഞ്ഞു വന്നു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. ഏത് നിരാശ നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിന് വേണ്ടി സ്വർഗം തുറക്കും. എന്ത് തുറക്കും? ഹി ഓപ്പൺഡ് ദെയർ ഐസ്. കണ്ണു തുറന്നു. ഒരു വീട്ടിൽ നിന്ന് നിരാശപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന ആ ആഹാറിന് വേണ്ടി ദൈവം തുറന്നതുപോലെ ഇന്ന് രാത്രി ഈ രാത്രി ഇവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? അടഞ്ഞുപോയ ചിലതിനെ ദൈവം തുറക്കുന്ന രാത്രിയാ. ദൈവദാസ, ഇന്നേക്കൊരു 28 വർഷം മുമ്പ് ഇതുപോലൊരു യോഗം ഇന്ന് നിത്യത വിശ്രമിക്കുന്ന കർത്തൃദാസൻ VCT സാറിന്റെ മുറ്റത്ത് നടക്കുക. ആ യോഗത്തിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ആ പ്രസംഗത്തിന്റെ നടുവിൽ ആത്മപ്രേരിതനായി ഒരു മനുഷ്യന്റെ തലക്കെ വെച്ച് ദൂത് പറഞ്ഞ ദൂത് അച്ഛാ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. മീൻ്റെ ചെതുമ്പല ചൂണ്ട കിടക്കുന്നത്. മീൻ്റെ ചെതുമ്പല ചൂണ്ട കിടക്കുന്നത് കൊണ്ട് ആ മീൻ കിടന്ന് വട്ടം കറങ്ങുന്നത്. ഉടലിലേക്ക് ചൂണ്ട വീഴുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിന്റെ ചരിത്രം ഞാൻ മാറ്റും. എല്ലാവരും പോയി, പക്ഷെ പ്രശ്നമുള്ളവരൊന്നും അങ്ങനെ പോകത്തില്ല. ഇന്ന് രാത്രി ഇവിടുന്ന്
നിന്ന് ആരോടിപ്പോയാലും നൊമ്പരപ്പെടുന്ന ചില മനുഷ്യർക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ ഓടി വന്നു മുന്നോട്ട്, ബാക്കിയുള്ളവരെല്ലാം പുറമോട്ട് പോയപ്പോൾ നൊമ്പരപ്പെടുന്ന മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, അന്ന് എനിക്ക് 11 വയസ്സേ ഉള്ളൂ, എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഈ മകൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ അവസ്ഥയാ. മാസം 85 ലക്ഷം രൂപ ഞാൻ കടക്കാരനാ, 1 ലക്ഷം രൂപ ഞാൻ പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമോ? അദ്ദേഹത്തോട് എൻ്റെ പിതാവ് പറഞ്ഞു, ദൈവമല്ലേ നിങ്ങളോട് പറഞ്ഞത് ചരിത്രം മാറുമെന്ന്? അങ്ങനെയാണ് മാറ്റാൻ ഈ ദൈവ ശക്തനാ. ആ മനുഷ്യൻ വിശ്വസിച്ചു. പൗരസ്തൻ ഉൾപ്പെടെ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അസാധ്യമായി ദൈവത്തിനൊന്നുമില്ല. കോന്നിക്കാരനാണ് അതുല്യ ജോസ് പാസ്റ്റർ കാര്യം ഞാൻ ഈ പറഞ്ഞത്. എന്തോ ഈ രാത്രിക്കാലം ഒടുവള്ളിത്തട്ടിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ വഴിയും അടഞ്ഞതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അഞ്ചാളിച്ച് നിൽക്കുന്ന സുഹൃത്ത്, ഈ യോഗം നടക്കുന്നത് മറ്റാർക്ക് വേണ്ടിയല്ല, ഈ യോഗം നിങ്ങൾക്ക് വേണ്ടി മാത്രമേ നടക്കുന്നത്. ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ ദൈവജനത തുറക്കുന്ന രാത്രിയാ. 14 ദിവസം വെന്റിലേറ്റർ കിടന്ന മോൻസി ബ്രദറിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്ത ദൈവത്തെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ എന്തിനാ ഇവിടെ കൊണ്ട നിർത്തി പറയിപ്പിച്ചതെന്നറിയാമോ? സഹോദര, നിങ്ങളുടെ ചരിത്രം ഈ രാത്രി ദൈവം മാറ്റും. നിന്റെ വീടിന്റെ ചരിത്രം ദൈവം മാറ്റും. നിന്റെ സൂര്യൻ എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾക്കൊക്കെ ഇതാ പറയാനുള്ളത്, ഞങ്ങളുടെ വീടിന്റെ ചരിത്രങ്ങളെ മാറ്റിയൊരു ദൈവം. ഇനി മൂന്നാമത്തെ ഒരു ഹൃദയമുണ്ട്. അപ്പോ 1 ചഞ്ചലിക്കുന്ന ഹൃദയം, 2 നിരാശ നിറഞ്ഞ ഹൃദയം, മൂന്നാമത്തെ ഹൃദയം ലൂക്കോസ് 24:38 വേഗം വായിച്ചാട്ട്. 24:38 വേഗം വായിച്ചാട്ട്. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? മൂന്നാമത്തെ ഹൃദയം ഡൗട്ടഡ് ഹാർട്ട്, സംശയിക്കുന്ന ഹൃദയം. നിങ്ങൾ കലങ്ങുന്നതെന്തോ? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്തോ? ഡൗട്ടഡ് ഹാർട്ട്, സംശയിക്കുന്ന ഹൃദയം. ഞാൻ കണ്ടു പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം വിദേശത്ത് ചെന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. MBA-കാരനാ, ഭാര്യ BSc നേഴ്സ്. അങ്ങനെ ജോലിക്ക് പോകത്തില്ല. അഥവാ ജോലിക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്നറിയാം, ഭാര്യയും പിള്ളേരെയും കൂടെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയേച്ച് ആ മുറിയുടെ താക്കോലെടുത്ത് ഒരു പെട്ടിക്കകത്ത് വെച്ച് പൂട്ടും. ആ പെട്ടി എടുത്ത് ഒരു അലമാരിക്കകത്ത് വെച്ച് പൂട്ടും. എന്നിട്ട് അലമാരിയുടെ താക്കോലെടുത്ത് വേറെ ഉറക്കകത്ത് വെച്ച് പൂട്ടും. ഞാൻ എണ്ണി 12 പൂട്ട്. മാനസികാവസ്ഥയാ സംശയത്തിന്റെ മാനസികാവസ്ഥ. ഇതിന് ട്രീറ്റ്മെന്റ് നൽകാൻ ഏത് വൈദ്യശാസ്ത്രത്തിന് കഴിയും? പക്ഷെ സംശയിക്കുന്നവനെ കർത്താവ് തൊട്ടെന്ന് he touched their mind. ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന് മനസ്സ് പറയുന്ന ചില മദ്യപാനികളെ ഇന്ന് രാത്രി ദൈവം തൊടുന്ന രാത്രിയാ. എത്ര പ്രാവശ്യം ഡി-അഡിക്ഷൻ സെന്ററിൽ പോയി കിടന്നു, എത്ര പ്രാവശ്യം കൗൺസിലിംഗ് സെന്ററിൽ പോയി കിടന്നു, എത്ര പ്രാവശ്യം റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചെന്നു. അവിടുന്ന് ഒന്നും രക്ഷപ്പെടാത്ത ചിലരോട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാ, സഹോദരോ, നിങ്ങൾക്ക് വേണ്ടിയാ ഈ യോഗം നടക്കുന്നേ. ചഞ്ചലിക്കുന്ന ഹൃദയം, നിരാശപ്പെട്ട ഹൃദയം, സ്തോത്രം. അടുത്തത് സംശയിക്കുന്ന ഹൃദയം. ഇനി 4ാമത്തെ ഒരു ഹൃദയമുണ്ട്. യോഹന്നാൻ 14:1 ട്രബിൾഡ് ഹാർട്ട്, കലങ്ങുന്ന ഹൃദയം. ഹല്ലേലൂയ. കലങ്ങുന്ന ഹൃദയത്തിന് കർത്താവ് കൊടുക്കുന്ന ഉറപ്പ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥത്വം എന്ന വാക്ക് ലോകത്തിൽ ആദ്യം ഉപയോഗിച്ചത് വിശ്വവിഖ്യാത ചിന്തകനായ പ്ലേറ്റോയാണ്. പ്ലേറ്റോ വാക്ക് ഉപയോഗിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഗുരുവും ലോകപ്രശസ്ത ചിന്തകനുമായ സോക്രട്ടീസ് മരിച്ച ദിവസം പ്ലേറ്റോ പറഞ്ഞ വാക്കാ ഓർഫനോസ്. ഓർഫനോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ, ഉറ്റവർ ഉപേക്ഷിച്ചതോ, പ്രിയപ്പെട്ടവർ അകന്നതോ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് അനാഥത്വം. അപ്പം അനാഥത്വം കേവലം ഒരു വെറും വാക്കല്ല, അനാഥത്വം ഒരവസ്ഥയാണ്. അനാഥത്വത്തിന്റെ പടിവാതൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ സങ്കീർത്തനത്തിൽ ദാവീദ് പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പോലും എന്നെ എന്ത് ചെയ്തിരിക്കുന്നു. അപ്പം അനാഥത്വം സത്യത്തിൽ ഈ കോവിഡ് കാലം അതല്ലേ നമുക്ക് സമ്മാനിച്ചു തന്നത്. സ്വന്തം അപ്പന്റെ മൃതശരീരം പറമ്പിലൂടെ കൊണ്ടുപോകുവാൻ അനുവദിക്കാത്ത മോൻ മരണപ്പേടി കൊണ്ട്. ഞാൻ കുറ്റം പറയത്തില്ല. ആകസ്മിക മരണങ്ങൾ ഈ ആധുനിക ലോകത്തിൽ ഇങ്ങനെ അനുദിനം പെരുകല്ലേ. വൃദ്ധനെന്നില്ല, ധനവാനെന്നില്ല, ദരിദ്രനെന്നില്ല, ശിശുവെന്നില്ല, പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല. മരണം തന്റെ ജൈത്രയാത്ര തുടരുന്നു.
ലോകത്ത് ജനിച്ച മനുഷ്യരൊക്കെ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ചില മനുഷ്യർ മരണത്തിന്റെ മുമ്പിൽ പുഞ്ചിരിക്കുന്നു, വേറെ ചില മനുഷ്യർ മരണത്തിന്റെ മുമ്പിൽ പരിഭവിക്കുന്നു. ലോകം മഹാന്മാരാന്ന് പാടിപ്പുകഴ്ത്തിയ പലരും മരണത്തിന്റെ മുമ്പിൽ പരിഭവിക്കുകയല്ലായിരുന്നു. അതുകൊണ്ടല്ലേ മഹാനായ ഷേക്സ്പിയർ ഇങ്ങനെ പറഞ്ഞത്, ഭീരുക്കൾ അവരുടെ ജീവിതത്തിൽ വെച്ച് തന്നെ നിരവധി തവണ മരിക്കുന്നു. ലോകം മഹാന്മാരാന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേതാവായ വോൾട്ടേർ. എന്താ വോൾട്ടേറിന്റെ അന്ത്യവാക്ക്? നിത്യനാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവന്റെ വേദന ഞാൻ അറിയുന്നു. എന്റെ നിത്യനാശത്തിന്റെ ഈ സ്വർഗത്തിലെ നിത്യതയുടെയും തമ്മിലുള്ള അകലം എത്ര അഗാധമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ എനിക്ക് മയക്കുമരുന്ന് തരും. ഇംഗ്ലണ്ടിലെ രാഷ്ട്രരക്തമായിരുന്ന തോമസ് സോക്കോട്ട് അയാളും പറയുക, ദൈവം കൈവിട്ടവന്റെ എല്ലാ വേദനയും എന്റെ മരണസമയത്ത് ഞാൻ അനുഭവിക്കുന്നു. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിന്റെ അത്തിച്ചകൊടിലെത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ് മരണത്തിന്റെ സമസ്യകൾ എന്ന കവിതാ സമാഹാരത്തിൽ പാടി മരണപ്പുഴയിലെ വേലിയേറ്റം കടന്നു വരും, അറ്റുപോകുന്ന നിധിയിലെ നികല ബന്ധങ്ങളും ശേഷിക്കും ശൂന്യത മാത്രം. അപ്പൊ ലോകത്തിലെ മഹാന്മാരൊക്കെ മരണത്തിന്റെ മുമ്പിൽ പരിഭവിക്കുക. ഇവരെ കണ്ടോണ്ടല്ലേ ഷേക്സ്പിയർ പറഞ്ഞത് ഇവർ ഭീരുക്കളാണ്. ആചാര്യൻ നരേന്ദ്രസ്വാമികൾ ഇങ്ങനെ പാടി, ധനാനിഭൂമി പഞ്ചവശകോഷ്ഠ നരീഗ്രഹയാം ധനേശ്മശാന് ദേഹം ചുതയാം പരലോകമാർഗ കർമാനുഭോഗ ചന്ദേ ജീവകേക. അർത്ഥം എന്താ? ധനവും ഭൂമിയും പോറ്റി വളർത്തിയ ശരീരവും സ്നേഹിച്ച ഭാര്യയും സ്നേഹിക്കപ്പെട്ട മക്കളുമെല്ലാം കുഴിക്കര വരെ മാത്രം വരും. അപ്പുറത്തു പോകുന്നതുണ്ടെങ്കിൽ ആത്മാവും കർമ്മഫലങ്ങളും മാത്രമാ. ഇത് തന്നെയാ ബൈബിളും പറഞ്ഞത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയോലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയോൽ അവനെന്ത് പ്രയോജനം? ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മരണത്തെക്കുറിച്ച് ഇതുപോലെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പുതിയ നിയമത്തിൽ ധന്യനായ പൗലോസ് പറഞ്ഞു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളത്തുണിയും ക്ലീൻ ഷേവും ആവരണം ഉപേക്ഷിച്ചതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നും മരിച്ചാൽ നാളെ ഉയർക്കുന്നതിനെ കുറിച്ചുള്ള ആഴമേറിയ ഒരു അറിവ് ഞങ്ങൾക്കുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്നും മരിച്ചാൽ നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമുണ്ടോ? മനുഷ്യന്റെ ആയുസ് 70 70, ദീർഘായ 80. 80 വർഷം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു നല്ല ദീർഘായുസ. 80 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. ഈ വണ്ടി ഒന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതൊന്നും 80 വരെ പോകുന്ന ലക്ഷണമില്ലെന്ന്. എന്നാലും ഇരിക്കട്ടെ, ഈ ലാസ്റ്റ് ദിവസം വന്നല്ലേ, അതുകൊണ്ട് 80 കൊടുത്തേക്കാം അല്ലേ. 80 കൊടുത്താൽ എത്ര കിട്ടും? 80 ഗുണം 365. ഒരു വർഷം 360. കണക്ക് കൂട്ടാൻ സൗകര്യത്തിന് 360 എടുക്കാം അല്ലേ. ഒരു വർഷം 360 ആണെ 10 വർഷം 3600, 20 വർഷം 7200, 40 വർഷം 14400, 80 വർഷം 28800. പിന്നെ ഇട്ട് 5 എല്ലാം കൂടെ കൂട്ടിയ 80 ഗുണം 5 400, 28800 കൂടെ 400 കൂടെ കൂട്ടിയ 29200. 80 കൊല്ലം ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ച അവർക്ക് കിട്ടുന്നത് എത്ര ദിവസമാ? 29200 ദിവസം. ആന്റി, ഈ 29200 ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം 24 മണിക്കൂർ, 10 ദിവസം 240 മണിക്കൂർ, 100 ദിവസം 2400 മണിക്കൂർ, 1000 ദിവസം 24000 മണിക്കൂർ, 10000 ദിവസം 2,40,000 മണിക്കൂർ, 20,000 ദിവസം 4,80,000 മണിക്കൂർ, 30,000 ദിവസം കിട്ടുവാണെങ്കിൽ 7,20,000 മണിക്കൂർ കിട്ടും. പക്ഷെ 80 കൊല്ലം ജീവിക്കുന്ന ഒരാൾക്ക് 29,200 ദിവസം. അപ്പൊ എത്ര മണിക്കൂർ കിട്ടും? 7,800,000 മണിക്കൂർ. എത്ര? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ. ഇപ്പം ജനിച്ച കൊച്ച് 80 കൊല്ലം ഭൂമി ജീവിച്ചാൽ അതിന് കിട്ടുന്നത് 7,800,000 മണിക്കൂർ. അങ്ങനെയാണ് 40 കഴിഞ്ഞ് അമ്മാമ്മ ഇനി 80 വരെ പോയാൽ എത്ര കിട്ടും? 3,400,000. 60 കഴിഞ്ഞ് അച്ചായൻ 80 വരെ പോയാൽ 1,200,000. 65 കഴിഞ്ഞവരാൽ ഈ പ്രസംഗം കേൾക്കേ വേണ്ട, പോ പിശാചെന്ന് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിലോ? ഇപ്പൊ എത്ര? 8:51. കൃത്യം 9-ന് ഞാനിത് നിർത്തും. 9-ന് നിർത്തി അന്നേരം ഞാൻ ഇവിടുന്ന് പോകും. 9:10 യോഗം തീരും, നിങ്ങളും പോവും. എന്തുകൊണ്ടാ പോകുന്നത്?
പോകാനായിട്ട് നമുക്കെന്തുണ്ട്? ഒരു വീടുള്ളോണ്ടല്ലേ പോന്നെ. എൻ്റെ ചോദ്യം, അടുത്ത 500 മണിക്കൂറിനും അകത്ത്, അടുത്ത 600 മണിക്കൂറിനകത്ത് ആംബുലൻസും പെട്ടിയും മരണവും നിങ്ങളെ കൊണ്ടുപോകാൻ വന്നാൽ, എൻ്റെ സുഹൃത്തെ, ഭൂമിയിൽ നിന്ന് പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? കൊട്ടാരായാലും വിട്ടേ മതിയാവും. കോട്ടയ്ക്കകത്തും മൃത്യു വരും. ഭൂമിയിൽ നിന്ന് പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? ഭൂമിയിൽ നിന്ന് ഇന്ന് രാത്രി നിങ്ങൾ ആളുകളുടെ ഒക്കെ മുമ്പിലോ വലിയ ആരോഗ്യ ദൃഢഗാത്രനായി ധൈര്യശാലിയായിട്ട് നിൽക്കുമ്പോ എന്റെ ചോദ്യം, ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞ് പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, എവിടെ പിടഞ്ഞു വീട് മരിച്ചാലും ഞങ്ങൾക്കൊരു വീടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഈ ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പഠിപ്പീരുണ്ട്. ഭൂരിപക്ഷ മതങ്ങൾ 2 പഠിപ്പീരുകളാണ് നടത്തുന്നത്. ഒരു കൂട്ടർ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നു. അത് ഭൂരിപക്ഷ മതങ്ങളും അംഗീകരിക്കുന്നില്ലാത്തത് കൊണ്ട് ഭൂരിപക്ഷ മതങ്ങളും അംഗീകരിക്കുന്ന പുനരുത്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയാം. യേശു പറഞ്ഞ വാക്കായി എനിക്കിന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞവസാനിപ്പിക്കാനുള്ളത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തിനു വേദന ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഈ ആധുനിക ലോകത്തിന് പുനരുത്ഥാനം തെളിയിക്കുവാൻ ധന്യനായ പൗലോസ്ലീഹ 3 ശാസ്ത്രങ്ങളുടെ അകമ്പടി പറയുക. ഒന്നാമത്തെ ശാസ്ത്രം സസ്യശാസ്ത്രം, രണ്ടാമത്തെ ശാസ്ത്രം ജന്തുശാസ്ത്രം, മൂന്നാമത്തെ ശാസ്ത്രം വാനശാസ്ത്രം. 3 വിവരിക്കുന്നില്ല. സസ്യശാസ്ത്രം, എൻ്റെ അപ്പനും ഒരു കൃഷിക്കാരനാ. ഈ കൃഷിക്കാർക്കറിയാം, ചേനയൊക്കെ ഒരു പ്രത്യേക സമയത്ത് വറവ് കാലത്ത് നമ്മളിങ്ങനെ അത് പീസാക്കി അല്ലെ പൂള് വെട്ടി അതിങ്ങനെ ചാണകവെള്ളത്തിനകത്തൊക്കെ മുക്കി പുകരക്കകത്തൊക്കെ വെച്ച് ഉണക്കി വിത്താവുമ്പോഴത്തേന് വറവിനിങ്ങനെ കുഴിച്ചു വെക്കാറുണ്ട്. ചാണകപ്പൊടിയും കരിയിലും ഇട്ടേച്ച് അങ്ങനെ കരിയിലേയും ചാണകപ്പൊടി ഇട്ട് കുഴിച്ചു വെക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചു, ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടായോ എന്ന്. അപ്പം പറഞ്ഞു വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു, റോസാ ചെടിക്ക് 4 വട്ടം വെള്ളം ഒഴിച്ച ഈ വറവത്ത് കിളുക്കത്തില്ല, പിന്നെങ്ങനെ ചേന? അദ്ദേഹം പറഞ്ഞു, ഇത് ഇവിടെ ഇരുന്ന് വാങ്ങും. അടുത്തതായിട്ട് ഒരു ഇടിവെട്ടുള്ള മഴ വരും. ആ മഴയ്ക്ക് ശേഷം ഇതിനകത്തുനിന്ന് ഒരു കിളിപ്പുണ്ടാകും. ഞാൻ പറഞ്ഞു, ചുമ്മാ അത് അബദ്ധം പറയാതെ. അദ്ദേഹം പറഞ്ഞു, നോക്കിക്കോടോ എന്ന് പറഞ്ഞു. അടുത്ത ഇടിവെട്ട് മഴ കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് കാണിച്ച്, കണ്ടോ കിളുത്തു നിൽക്കുന്നത് കണ്ടോ? ഇതുപോലെ മരിച്ചവരുടെ പുനരുത്ഥാനം എന്നൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. എവിടെ മരിച്ചാലും എങ്ങനെ മരിച്ചാലും, ചിലപ്പോൾ ഞങ്ങൾ അടക്കിയെന്ന് വരാം, ചിലപ്പോൾ അടക്കാൻ കിട്ടിയില്ലെന്ന് വരാം. എവിടെ അടക്കിയാലേ ഈ കോവിഡ് വന്നപ്പോൾ കുടുംബക്കല്ലറക്കി വല്ല പ്രസക്തി ഉണ്ടോ? പറ. അതുവരെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ, കുടിക്ക് ഒരു കുറവില്ലാത്തവര്, കുടിയേറ്റക്കാരും കുടുംബക്കല്ലറ എന്നൊക്കെ പറഞ്ഞു നിന്ന മനുഷ്യര് എന്റെ മുന്നേ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിന് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഛത്തീസ്ഗഡിൽ പ്രസംഗിക്കാൻ പോയി. 2 മാസം മുമ്പ് അവിടെയുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ ഗുരുതരമായ പീഡയേറ്റ് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊന്നും കിട്ടിയില്ലെന്ന് അവിടുത്തെ ദൈവദാസൻ എന്നെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ കർത്താവിന്റെ കാഹളം ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എവിടെ ചതറപ്പെട്ടതാണേലും പൂർണ്ണ ശരീരത്തോടുകൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉയർക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ആരാധറിയാവോ? ഞാൻ ഇന്ന് രാത്രി ഇത്രയും നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ മരണത്തെ ജയിക്കുവാൻ, മരണത്തെ വെല്ലുവിളിക്കുവാൻ, കല്ലറയോട് ഹേ മരണമേ നിന്റെ ജയമെന്ന് ചോദിക്കുവാൻ പെന്തക്കോസ്തുകാരെ ശക്തനാക്കുന്നത് ആരാന്നറിയാമോ? യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാ. എന്റെ സഹോദരൻ, എത്ര ഭംഗിയായിട്ടാണ് ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ഗാനം പാടിക്കൊണ്ട് നിന്നത്. ആ പാട്ടങ്ങൾ തുടർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്താ ഞങ്ങളെ ഇങ്ങനെ പാടാൻ പ്രേരിപ്പിക്കുന്നത്? യേശു പറഞ്ഞ വാക്ക്, എന്നിൽ വിശ്വസിക്കുന്നവൻ. അപ്പം മരണം വരെയുള്ള ഏത് സാധ്യതയ്ക്കും ഏക വഴിയാണ് നസ്രനായ യേശു. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു മാത്രം. ഇന്നും ആ പാറ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിൽപ്പുണ്ട്. പാറയുടെ പേര് ജിബ്രാൾട്ടർ പറയുന്നു. 14-ാം നൂറ്റാണ്ട് വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്ന്. പരന്ന ഭൂമിയുടെ അങ്ങേയറ്റത്തെ അതിരായിട്ടാ ജിബ്രാൾട്ടർ പാറയെ ആളുകൾ വിശേഷിപ്പിച്ചു. അതുകൊണ്ട് ആ പാറയിൽ ആരോ എഴുതി വെച്ചു,
ഇവിടെ വരെ വരാവൂ, ഇതിനപ്പുറം പോകാൻ ശ്രമിക്കരുത്. വരുന്നവരെല്ലാം പാറ കൊണ്ട് തങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചുപോയി. അങ്ങനെ പോകുമ്പോൾ സാഹസികനായ ഒരു ചെറുപ്പക്കാരന് തോന്നി, ഈ പാറയ്ക്കപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അയാൾ പായ്ക്കപ്പലിനകത്ത് ആഹാരവും വെള്ളമൊക്കെ ശേഖരിച്ച് ജിബ്രാൾട്ടർ പാറ ചുറ്റാൻ തുടങ്ങി. ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജിബ്രാൾട്ടർ പാറ ചുറ്റി ചുറ്റി അപ്പുറം കടന്നപ്പം കടലിങ്ങനെ വിരിഞ്ഞൊഴുകുന്ന കടലിലൂടെ അയാൾ വീണ്ടും യാത്ര ചെയ്തപ്പോൾ ഓരോ നിമിഷവും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര. പക്ഷെ യാത്ര എന്നത് അത്ഭുതകരമായൊരു തീരത്താണ്. അവിടെ എത്തിയപ്പോൾ കണ്ടു, അവിടെ മരങ്ങള്, മനുഷ്യര്, ആളുകള്. ആ ആളുകൾക്കും തീരത്തിനുമെല്ലാം അങ്ങനെ ഒരു പേരിട്ടു, റെഡ് ഇന്ത്യൻസ്. പേരിട്ട മനുഷ്യന്റെ പേരെന്തോന്നറിയാം? കൊളംബസ്. അയാൾ കണ്ടെത്തിയ തീരം ഏതാണെന്നറിയാം? അമേരിക്ക. അത് കണ്ടേച്ച് തൻ്റെ നാടാകുന്ന യൂറോപ്പിലേക്ക് അദ്ദേഹം വന്നു. തൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചതുപോലെ ഈ പാറ കൊണ്ടൊന്നും കടൽ തീരുന്നില്ല. ഈ പാറയ്ക്കപ്പുറത്ത് കടലുണ്ട്, ആ കടലിനപ്പുറത്ത് കരയുണ്ട്. അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം മറ്റുള്ളവരെല്ലാം പാറയ്ക്കിപ്പുറം നിന്നേച്ച് അപ്പുറത്ത് അതാ ഇതാന്നൊക്കെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ദണ്ഡതേ ഒരുത്തം മാത്രം പോയി കണ്ടേച്ചു എന്ന് പറയാ അപ്പുറത്ത് വീടുണ്ടെന്ന്. ഇത് തന്നെയല്ലേ ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തീയ പ്രത്യാശയുടെ ആകത്തുക. ലോകത്തിലെ സകല തത്വങ്ങളും ഇസങ്ങളും മതങ്ങളും സംഹിതകളും മരണത്തിനിപ്പുറം നിന്ന് മരണത്തിനപ്പുറം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ലോകത്തോട് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനമാ, ഞാൻ ജീവനാ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. ജീസസ് ഒറ്റ കാര്യ മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത്. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന പുസ്തകം ജാതിയുടെയോ മതത്തിൻ്റെയോ അഴകിൻ്റെയോ നിറത്തിൻ്റെയോ പേരിലൊന്നും ആരെയും വ്യത്യസ്തരാക്കിയിട്ടില്ല. ഒറ്റ കാര്യത്തിൻ്റെ പേര് മാത്രം. സ്തോത്രം. ഒന്ന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവർ. അപ്പം നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം. മരണം മാത്രമാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തരാക്കുന്നത്. എൻ്റെ ചോദ്യം, മരണം മാടി വിളിച്ചാൽ പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താമേ. ഇപ്രകാരം ഒരു വാക്യം ബൈബിളിലുണ്ട്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. യഹൂദ സംസ്കാരവുമായി വളരെ ബന്ധമുള്ളൊരു വാക്യമാണ്. യഹൂദനായ ഒരു പുരുഷൻ താൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹത്തെക്കാൾ പ്രാധാന്യത്തോടുകൂടെ നടത്തുന്ന കാര്യം വിവാഹ നിശ്ചയ ശുശ്രൂഷ. ആ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് അവൻ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അവിടേക്ക് കൊണ്ടുവരും. ഇഷ്ടപ്പെട്ട ആ സ്ത്രീയോട് അവൻ പറയും, നിന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ തെളിവായി നിനക്കും എനിക്കും നമുക്ക് പാർക്കാനായിട്ടൊരു വീടൊരുക്കാൻ ഞാൻ പോവാം. എന്ന് വീടിൻ്റെ പണി തീരുവോ അന്ന് ഞാൻ നിന്നെ ചേർക്കാൻ വരും. അതിൻ്റെ തെളിവായതെന്ന് പറഞ്ഞ് ആ ദ്രഹ്മ അവിടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് വീടൊരുക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ മുഖത്ത് അവനൊരു മൂടുപടം ഇടും. ഈ മൂടുപടം എന്തിനെ കാണിക്കുന്നതെന്നറിയാം? അവൾക്കൊരു മണവാളനുണ്ട്, അവൻ വീടൊരുക്കാൻ പോയിരിക്കുക എന്ന് കാണിക്കുന്നതാണ് ഈ മൂടുപടം. ഈ മൂടുപടം ഉയരുന്നൊരു ദിവസമുണ്ട്. എന്ന് വീടിൻ്റെ പണി തീരുവോ അന്ന് അവളുടെ മണവാളൻ അവളെ ചേർക്കാൻ വരുമ്പോൾ അന്ന് മൂടുപടം ഉയരും. പ്രത്യേകിച്ചും ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ ഏറ്റവും അവസാനം ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് മുഖം മൂടാം എന്ന് പറയുമ്പോൾ എത്ര പ്രിയപ്പെട്ടവർ മുഖം മൂടി അണിഞ്ഞ് കല്ലറയിലിരിക്കുന്നത് ഞാനിങ്ങനെ കാണാറുണ്ട്. നമ്മുടെ കർത്തൃദാസന്മാരിലും ചിലർ, ബില്ലി ഗ്രഹാം, വില്യം കെറി, DL മൂഡി, ഹഡ്സൺ ടൈലർ, K. എബ്രഹാം, വി. തമ്പി ഉൾപ്പെടെയുള്ള കോടാകോടി വിശുദ്ധന്മാർ മുഖം മൂടി അണിഞ്ഞ് കല്ലറടകത്തിരിക്കുക. പക്ഷേ ഈ മുഖം മൂടി ഉയരുന്നൊരു ദിവസമുണ്ട്. എന്നാൽ അത് കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ വീണകൾ വീട്ടിടാറായി, യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
9 മണി കഴിഞ്ഞ് പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ട്. എൻ്റെ ചോദ്യം, ഭൂമിയിൽ നിന്ന് പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? സുഹൃത്തെ, ലോകത്തിലെ എല്ലാ കാർഡുകളും പേര് വെട്ടുന്ന കാർഡുകളല്ലേ? ആധാറിലെ പേര് വെട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിലയുള്ള ഏത് കാർഡ് ഭൂമിയിലുണ്ട്? മരിച്ചാൽ പിന്നെ നമുക്ക് നമ്മൾ മരിച്ചാൽ പിന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഏതേലും കാർഡ് ഈ ഭൂമിയിലുണ്ടോ? ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ, ഏതേലും കാർഡ് നിങ്ങൾ ചിന്തിര്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഏതേലും കാർഡ്. പക്ഷേ മരിച്ചു കഴിഞ്ഞാലും പേര് വിളിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഈ ബൈബിള് പറയുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? ആ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം. ആ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണം. എങ്ങനെ എഴുതി ചേർക്കണം? ആധാറെ പേരെഴുതുന്നത് പോലെ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവന്റെ പേര് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒന്ന് കരകയർത്തിക്കൊണ്ട് പറ, എൻ്റെ പേര് വിളിക്കും. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇന്ന് രാത്രി ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ എൻ്റെ ചോദ്യത, പോകാനൊരു വീടുണ്ടോ? ചഞ്ചലിക്കുന്ന ഹൃദയം, കലങ്ങുന്ന ഹൃദയം, സംശയിക്കുന്ന ഹൃദയം, നിരാശ നിറഞ്ഞ ഹൃദയം, ഏത് ഹൃദയത്തിനും ആശ്വാസം. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. മരണം വരെയുള്ള ഏത് പ്രതിസന്ധിക്കും ഏക പരിഹാരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ജീവിതത്തെ പൂർണ്ണമായി ദൈവങ്ങളിൽ സമർപ്പിക്കുവാൻ ഈ രാത്രി തയ്യാറുള്ള ദൈവമക്കൾ, ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്താമേ. കൊച്ചി പോർട്ടിൽ നടന്നൊരു സംഭവം. 28 ദിവസം കഴിയുമ്പോൾ പൊതുവെ 6 ദിവസത്തെ അവധിക്ക് എന്നും വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് അന്ന് അദ്ദേഹം ഭാര്യ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം എൻ്റെ ലീവ് 2 ദിവസവും, അതുകൊണ്ട് നീ ആ കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കി നിൽക്കണം, നമുക്കൊരു വിനോദയാത്ര പോകണം. ആ ദിവസം തൻ്റെ പ്രിയപ്പെട്ടവൻ വരുമെന്നുള്ള വളരെ കൊതിയോടുകൂടെ എല്ലാ കാര്യങ്ങളും അടുക്കി പെറുക്കി പ്രിയതമൻ്റെ വരവ് പ്രതീക്ഷിച്ച സഹോദരി നിൽക്കുക. കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തികച്ചും യാദൃച്ഛയായിട്ട് അവരുടെ പള്ളിയിലെ അച്ഛനാണ് വന്നത്. നിരാശ ഉണ്ടായെങ്കിലും അത് മറച്ചുകൊണ്ട് അവർ പറഞ്ഞ്, അച്ഛൻ വരണോ, ഇരിക്കണം. നല്ല സമയത്ത് അച്ഛൻ വന്നത്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും. കാര്യമൊക്കെ പറഞ്ഞു. അച്ഛൻ വന്നതിൻ്റെ ആഗമന ഉദ്ദേശം അച്ഛനോട് ചോദിച്ചു. വിങ്ങുന്ന ഹൃദയത്തോട് അച്ഛൻ പറഞ്ഞു, വരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവില്ലേ, വന്ന വഴിയിൽ ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് അത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ വിവരം പള്ളിയിലെ ഫോണിൽ വിളിച്ചറിയിച്ചത് പറയാനാണ് ഞാനിവിടെ വന്നത്. ഇത് കേട്ട് പുറമോട്ട് വീഴുന്നതിന് മുമ്പ് ആ സഹോദരി ഉറക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലല്ലോ. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലല്ലോ. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലല്ലോ. ഇന്ന് രാത്രി ഒടുവള്ളിയിൽ ഈ സന്ദേശം കേട്ട ആർക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കണ്ണുകളടയ്ക്കുക. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നാം ദൈവത്തെ ആരാധിക്കാൻ പോവുക. വിശുദ്ധ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വസ്തുതയാ യേശുവിൻ്റെ പുനരാഗമനം. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നടക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. യേശുവിൻ്റെ വരവിനെ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്ന് പഠിച്ചാൽ 6 ലക്ഷണങ്ങൾ അതിനുണ്ട്. 1 പ്രാപഞ്ചിക ലക്ഷണം, 2 ധാർമ്മിക ലക്ഷണം, 3 രാഷ്ട്രീയ ലക്ഷണം, 4 ശാസ്ത്രീയ ലക്ഷണം, 5 ആത്മീക ലക്ഷണം, 6 യഹൂദൻ എന്ന ജാതിയിൽ സംഭവിക്കുന്ന ലക്ഷണം. ഏത് ലക്ഷണം എടുത്ത് പഠിച്ചാലും കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പൗലോസ് ജീവിച്ച കാലത്തെ പൗലോസ് അന്ത്യകാലം എന്ന് പറഞ്ഞു. യോഹന്നാൻ ജീവിച്ച കാലഘട്ടത്തെ അദ്ദേഹം അന്ത്യനാഴിക എന്ന് വിശേഷിപ്പിച്ചു. പൗലോസിനേക്കാൾ യോഹന്നാനേക്കാൾ എത്ര മുൻപുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണേ. കണ്ണ് തുറന്ന് എല്ലാവരും കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിൽക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. എഴുന്നേറ്റ് പോകാൻ ആരോടും പറഞ്ഞില്ല.
എനിക്ക് ഏറ്റവും കൂടുതൽ ധൃതിയുള്ളത്. എന്നിട്ടും ഞാനിവിടെ നിൽക്കുക. സ്തോത്രം. എന്നിട്ട് പോകാനല്ല പറഞ്ഞ്, ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമാക്കി എല്ലാ കണ്ണുടച്ച് ഒരാൾ പോലും പ്രാർത്ഥിച്ച് ആശീർവാദം പറയാതെ ഇവിടെ നിന്ന് പോകരുത്. യേശുവിന്റെ വരവിന്റെ എല്ലാ ലക്ഷണവും നടക്കുന്നത്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് കർത്താവ് വന്നാൽ, ഇന്ന് എൻ്റെ മരണം സംഭവിച്ചാൽ, സഹോദര, വളരെ വളരെ വ്യക്തിപരമായിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി, പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? ഇന്ന് മരിച്ചാൽ നിങ്ങൾക്ക് ചെല്ലാൻ ഒരു സ്ഥലമുണ്ടോ? ഷബാര, ഭൂമിയിൽ നിന്ന് പോകാൻ ഒരു സ്ഥലം. തിരുവചനം പറയാം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇന്ന് രാത്രി പക്ഷേ സന്ദേശം എന്നെ സ്പർശിച്ചു. എവിടൊക്കെയോ ഏകാന്തത ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് കർത്താവിൻ്റെ സ്പർശനം ആവശ്യമാണ്. എന്നെ ദൈവം ഒന്ന് തൊടാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ നിങ്ങളുടെ കര ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഷബാരാധന. എത്ര കര ഇവിടെ ഉയർന്നു കാണുന്നത്? ധൈര്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നേ, കര ഉയർത്തിപ്പിടിക്കുക. ഷൈഡാരങ്ങൾ കിടക. ഒരുപക്ഷെ സഹോദര, ഈ പരിസരത്തായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. കര ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഏത് ചഞ്ചലിക്കുന്ന ഹൃദയത്തിനും ആശ്വാസം നൽകുന്ന ദൈവം. പിതാവേ, ഇന്ന് രാത്രി ഞാൻ ഈ പ്രിയപ്പെട്ടവരെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുക. ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നത് ദൈവാത്മാവിൻ്റെ നിയോഗത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് രാത്രികാലം നൊമ്പരത്തോടെ കര ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് അങ്ങൊന്ന് ഇറങ്ങി വരണമേ അപ്പാ. ഇവരുടെ ഉള്ളിലെ ചില ഭീതികൾ മാറട്ടെ, ഇവരുടെ ഉള്ളിലെ ചില ഭയങ്ങൾ മാറട്ടെ, ഇവരുടെ ഉള്ളിലെ ചില നിരാശകൾ മാറട്ടെ, ഇവരുടെ ഉള്ളിലെ ചില ആശങ്കകൾ മാറട്ടെ, ഇവരുടെ ഉള്ളിലെ ചില ആധൈര്യങ്ങൾ മാറട്ടെ. ഞങ്ങൾ ഇവരെ മനസ്സ് തുറന്നനുഗ്രഹിക്കും, മനസ്സ് തുറന്നനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സങ്ങോട്ട് തൃപ്തമല്ല. വളരെ നൊമ്പരപ്പെട്ട് നിൽക്കുന്ന ആരോ ഇതിനകത്ത് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിനോട് പറയുക. ഒരു പ്രത്യേക പ്രാർത്ഥന ഈ യോഗം തീരുന്നതിന് മുമ്പ് എൻ്റെ തലയിൽ തൊട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ പാട്ട് പാടുന്ന സമയത്ത് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ നിർബന്ധത്തിനല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് രാത്രികാലം ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വന്നു. പ്രത്യാശയുടെ ഗാനം കർത്തൃദാസൻ പാടുകയാ. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കണം. ആരൊക്കെ വരുന്നു എന്ന് നോക്കി നിൽക്കാതെ ദൈവമക്കൾ ആത്മാവിൽ ആത്മനിറവിൽ കരങ്ങളെ തട്ടി പാടി ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശം പേർ വിളിക്കും നേരം കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ വാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശം പേർ വിളിക്കും നേരം കാണും. പേർ വിളി 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 നേരം കാണും. ക്രിസ്തുവിൽ നിദ്ര കണ്ടോരി ശോഭിത പ്രഭാതം ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുക.
ശോഭകാരിത്താനുയർത്തു തൻ ഭക്തഭാവനെ ആകാശമം പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കുന്നേരം നാം എൻ പേരും പേർ വിളിക്കും നേരം നാം പേർ വിളിക്കും നേരം നാം പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും 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 പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പ്രൈസ് ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. സമസ്ത വിഷയങ്ങളെയും കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പാസ്റ്റർ കെ ജെ ജോസഫ് അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാവുന്നതാണ്. നിത്യപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് 3 രാത്രികാലവും കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ അവിടുത്തെ അഭിഷക്തന്മാരെ ദൈവകരങ്ങൾ ഉപയോഗിച്ച ദൈവത്തിൻ്റെ വിശ്വസതയ്ക്കായി സ്തോത്രം. നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് ഹൃദയത്തെ സ്പർശിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ടീമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം വരും ദിവസങ്ങളിൽ അവരെ ശക്തമായ ദൈവകരങ്ങൾ ഉപയോഗിക്കണമേ. ഈ കൺവെൻഷൻ മുഖാന്തരം ഈ ഒടുവള്ളി ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. അധർമ്മത്തിൽ നിന്ന് അനേകർ മോചിതരാകുവാൻ സ്വർഗമിടയാക്കണമേ. നിത്യജീവന്റെ വചനം ദേശത്ത് മുഴുകിക്കേട്ടല്ലോ കർത്താവേ. അതാരുടെയും ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരുവാനിടയാകാതെ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് നിത്യജീവനെ പ്രാപിപ്പാൻ സ്വർഗം അവിടുന്ന് സംഗതിയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാരണം അതിന്റെ തികവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവേറ്റു ആസന്നമായി കൊണ്ടിരിക്കുന്ന നാളുകളിൽ കർത്താവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജീവിതത്തിൽ ഈ രാത്രിയിലെ വചന കേൾവി ഒരു അനുഗ്രഹമായിരിക്കാൻ അവിടെ പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം, ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രി വിളംബരം ഞങ്ങളുടെ വൃത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്
പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ക്രൂശിന്റെ മറവിലോടൊന്ന് മറച്ചല്ലോ. തന്റെ വടക്കയാത്രയിൽ കൂടെ ഇരിക്കണം, വാഹനത്തെ നിയന്ത്രിക്കണമേ. ക്ഷേമത്തോടെ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേർന്ന് തങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവനാമോഹത്തിനായി തികപ്പാൻ സ്വർഗ്ഗം സംഗതിയാക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഈ കൺവെൻഷന്റെ വിപുലധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അർപ്പിക്കപ്പെട്ട വഴിപാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നീട്ടപ്പെട്ട കരങ്ങളെയൊക്കെയും സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉച്ചഭാഷ ഉപയോഗിക്കുവാൻ സമയം അനുവദിച്ച് സന്ധാരിക്കുന്ന പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നാഥ, ഞങ്ങളെ സമാധാനത്തോടെ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് അയക്കുമാറാകണമേ. തിരുസാന്നിധ്യം കൂടി ഞങ്ങൾ അവർ താമസിക്കുന്നുവെങ്കിൽ വീണ്ടും മുഖാമുഖം കാണുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സ്വർഗ്ഗമിടയാക്കണം. സകല ബുദ്ധിയും ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട സ്നേഹത്തിനായി സ്തോത്രം. എല്ലാ ബഹുമാനവും പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സവാസവും കൂട്ടായ്മയും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോൾ മുതൽ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാട് മൂലം നമുക്ക് ഞാൻ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ പിരിയാം.